CA ഫൈനൽ ഡിസംബർ 21 എക്സാമിലേക്കുള്ള കമ്പനി ലോയിലുള്ള അമെൻമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സെക്ഷൻ 149 തൊട്ട് 470 സെക്ഷൻ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 149 തൊട്ട് 470 വരെയുള്ള സെക്ഷൻസിലും അതേപോലെ കമ്പനി റൂൾസ് ഷെഡ്യൂളിൽ വന്ന അമെൻമെന്റ്സ് കാര്യങ്ങൾ നമ്മളിവിടെ കവർ ചെയ്യാൻ പോവാണ്. ഈ അമെൻമെന്റ്സ് ഓൾഡ് സിലബസ് ന്യൂ സിലബസ് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഓൾഡ് സിലബസിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് വരുന്നുണ്ട്. സെക്ഷൻ 123 തൊട്ട് 148 വരെ. ആ ഏരിയ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഓൾറെഡി ഒരു CA ഇന്റർ ലോ പേപ്പറിന്റെ അമെൻമെന്റ്സിന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 149 തൊട്ട് 470 വരെയുള്ള സെക്ഷൻസിൽ. കമ്പനി ലോയില് കമ്പാരിറ്റീവ്ലി അമെൻമെന്റ്സ് കുറവാണ് ആസ് കമ്പയർഡ് ടു എക്കണോമിക് ലോ. ഏറെക്കുറെ അമെൻമെന്റ്സ് ഒക്കെ വന്നത് പെനാൽറ്റിയിലുള്ള ചേഞ്ചസ്, കുറെ സ്ഥലങ്ങളിൽ പ്രിസൺ ഒഴിവാക്കി, എക്സെപ്റ്റ് വെരി ഫ്യൂ ടോപ്പിക്സിൽ കുറച്ച് അമെൻമെന്റ്സ് ഉണ്ട്. അതും വലിയ സംഭവം അമെൻമെന്റ്സ് ഒന്നുമില്ല. നോക്കാം നമുക്ക്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോണ മെറ്റീരിയൽ ICAയുടെ സൈറ്റിൽ തന്നെയുള്ള റെലവെന്റ് അമെൻമെന്റ്സ് ഫോർ നവംബർ 21 എക്സാം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ആൻഡ് നമ്മൾ ഇവിടെ നമ്മളെ ചാപ്റ്ററിന്റെ ഓർഡറിൽ, കമ്പനീസ് ആക്ടുള്ള ചാപ്റ്ററിന്റെ ഓർഡറിൽ, സെക്ഷന്റെ ഓർഡറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ ഫസ്റ്റ് അമെൻമെന്റ് സെക്ഷന്റെ ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് സെക്ഷൻ 149 തന്നെ അമെൻമെന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ടോപ്പിക്കിൽ അമെൻമെന്റ് ഉണ്ട്. പക്ഷെ ആ ഒരു അമെൻമെന്റ് മൾട്ടിപ്പിൾ ടോപ്പിക്സിനെ അഫക്ട് ചെയ്യണതായതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എടുക്കാന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിനെ പറ്റി. അപ്പോൾ അവിടെ കമ്പനിയിൽ ലോസ് ആണെങ്കിലും, പണ്ട് കമ്പനിയിൽ ലോസ് ആണെങ്കിൽ നമുക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മാത്രമേ റെമ്യൂണറേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉള്ളായിരുന്നു. ഇപ്പോൾ അവിടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ആഡ് ചെയ്തു. സോ ഈ ഒരു അമെൻമെന്റ് മൾട്ടിപ്പിൾ സെക്ഷൻസിൽ, മൾട്ടിപ്പിൾ ഏരിയാസിൽ ഇമ്പാക്ട് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സെക്ഷൻ 149 വന്നിട്ടുണ്ട്, ഷെഡ്യൂൾ 5 വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കമ്പൈൻഡ് റീഡിംഗ് എല്ലാത്തിനും സെക്ഷന് അത് ലാസ്റ്റ് എടുക്കാന്നുള്ളവർക്ക് we are keeping it towards the end. ഇപ്പോൾ we are starting with നമ്മളെ ഫസ്റ്റ് സെക്ഷൻ 165. And 165 talks about ceiling limit on number of ഡയറക്ടർഷിപ്പ്. ഞാനിവിടെ സൈഡിൽ ഈ ഫുൾ പാരഗ്രാഫിൽ ഓരോ ബെയറാക്റ്റിലുള്ള വേർഡിങ്സ്, ആസെറ്റീവ്സ് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നെറ്റ് സമ്മറി എന്താണെന്നുള്ളത് ഞാനിവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 165 എന്താ? 165 പെനാൽറ്റിയിൽ ചേഞ്ച് വന്നു. 165 ടോപ്പിക് എന്താ? ഒരാൾക്ക് മാക്സിമം ഡയറക്ടർഷിപ്പിന്റെ ലിമിറ്റ്, ഒരാൾക്ക് അറ്റ് എ ടൈം എത്ര കമ്പനീസിൽ ഡയറക്ടർ ആവുക എന്നുള്ളത്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞത് മാക്സിമം 20 കമ്പനീസിൽ ഒരാൾക്ക് ഡയറക്ടർ ആവാൻ പറ്റുക. അതിൽ തന്നെ പബ്ലിക് കമ്പനി 10ന്റെ മേലെ പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ പണ്ട് പണിഷ്മെന്റ് പറഞ്ഞിരുന്നത് 5,000 പെർ ഡേ. നിങ്ങൾ ഈ പ്രൊവിഷൻ കോൺട്രാവീൻ ചെയ്താൽ, പറഞ്ഞ ലിമിറ്റിനേക്കാൾ കൂടുതൽ കമ്പനീസിൽ ഡയറക്ടർ ആയാൽ 5,000 പെർ ഡേ എന്നുള്ളതായിരുന്നു പഴയ പെനാൽറ്റി. ഇപ്പോൾ പറയുന്നത് 2,000 പെർ ഡേ, മാക്സിമം 2 lakh. പണിഷ്മെന്റ് ഒന്ന് ലിബറൽ ആക്കുക ചെയ്തത്. പണ്ട് 5,000 പെർ ഡേ മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല, അതങ്ങനെ ക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് വെക്കും. ഇപ്പൊ 5,000 പെർ ഡേ എന്നുള്ളത് തന്നെ 2,000 പെർ ഡേ എന്നാക്കി, ഒരു മാക്സിമം ലിമിറ്റും വെച്ചു. 2 lakh. 2 lakhന് മേലേക്ക് പോകില്ല എന്നുള്ളതും വി ആർ ഗോയിങ് ടു സീ. ഇതേ സീക്വൻസ് ആണ് നമ്മൾ ഇനി ഇവിടുന്ന് എല്ലാ സെക്ഷൻസിലും കാണാൻ പോകുന്നത് കേട്ടോ. അതായത് പണിഷ്മെന്റ് ലിബറൽ ആക്കുക ചെയ്തത്. ദിസ് ഇസ് എ കോമൺ തിങ് ഏതൊരു ആക്ടിലും. ഫസ്റ്റ് ആക്ട് വരുമ്പോൾ ലോ മേക്കേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊവിഷൻസ് പറയും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പണിഷ് ചെയ്യാൻ പോകും, അങ്ങനെ പണിഷ് ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മെല്ലെ മെല്ലെ കുറച്ച് കഴിയുമ്പോൾ ലോ മേക്കേഴ്സിനാണ് മനസ്സിലായി ഇത്ര സ്ട്രിക്റ്റ് ആക്കാൻ മാത്രം. ഐ മീൻ നമ്മളെ കൺട്രിയിൽ കുറച്ച് കമ്പനീസും വരണം, ആൾക്കാർ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നമ്മൾ കമ്പനിയിലോ ഇത്ര സ്ട്രിക്റ്റ് ആക്കി ദാറ്റ് ആൾക്കാർക്ക് കമ്പനി തന്നെ തുടങ്ങാൻ പേടിയാണ്, ഡയറക്ടർ ആവാൻ പേടിയാണ്. കാരണം തൊട്ടിനും പിടിച്ചിനും എല്ലാത്തിനും ജയിലും പെനാൽറ്റി എന്നൊക്കെ കണ്ടപ്പോൾ ഒന്ന് ലിബറലാക്കി. പല സെക്ഷൻസ് ഒന്നും പ്രിസൺ ഒഴിവാക്കി, പല സെക്ഷൻസ് ഒന്ന് ലിബറലാക്കി. അപ്പോൾ ഇവിടെ പെനാൽറ്റി 2,000 പെർ ഡേ, മാക്സിമം 2 lakh. അപ്പോൾ അതിന്റെ വേർഡിങ്സ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ ഓരോന്നിന്റെയും ഇവിടെ കൊടുത്തിട്ടുള്ള വേർഡിങ്സ് ഇങ്ങനെ വായിച്ച് വെറുതെ നിങ്ങളെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കൂല. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെഷന്റെ അപ്രോച്ച് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വി ഹാവ് റിട്ടൺ ദിസ് ഓവർ ഹിയർ. അതിന്റെ വേർഡിങ്സ് ഇവിടെ കൊടുത്തത് എങ്ങനെ? ഇൻ സെക്ഷൻ 165 ഓഫ് ദി പ്രിൻസിപ്പൽ ആക്ട് ഏതാ? കമ്പനീസ് ആക്ട് 2013. ഫോർ സബ്സെക്ഷൻ 6 the following subsection shall be substituted. പഴയ ഉണ്ടായിരുന്ന ഈ പെനാൽറ്റി പറഞ്ഞ സബ്സെക്ഷന് പകരം ഇപ്പൊ പുതിയ സബ്സെക്ഷൻ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. If a person accepts an appointment as a director in violation of this section, he shall be liable for a penalty of 2,000 for each day after the first which such violation continues, subject to a maximum of 2 lakh rupees. അപ്പോൾ ഓരോ ദിവസത്തിനും 2,000 rupees, maximum 2 lakh. 167. Now what was 167? 167 വെക്കേഷൻ ആയിരുന്നു. 164 ഡയറക്ടേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ, 167 വെക്കേഷൻ. അപ്പോൾ അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഡ്യൂ ടു വിച്ച് ഒരു ഡയറക്ടർ ഓഫീസിൽ നിന്ന് വെക്കേറ്റ് ആവും എന്നുള്ളത്. ഒന്ന് പറഞ്ഞത് 164 അട്രാക്ട് ആയാൽ ഡയറക്ടർ വെക്കേറ്റ് ആവും.
പിന്നെ പറഞ്ഞ ഡയറക്ടർ 12 മാസം കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ്സിന് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ വെക്കേറ്റ് ആവും. 184ന്റെ കോൺട്രാവെൻഷൻ 184 നിങ്ങൾ ഏതെങ്കിലും ഒരു എഗ്രിമെന്റിൽ കോൺട്രാക്റ്റിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. ചില കേസസ് നിങ്ങൾ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ നിന്ന് ഓർഡർ വന്ന് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു, ഓർ യു ഹാവ് ബിൻ ഇംപ്രിസൺമെന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months. ഈ കേസസിൽ നിങ്ങൾ ഓഫീസ് വെക്കേറ്റ് ആവും എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു സെക്ഷൻ 167. അവിടെ സംഭവിച്ചത് അവിടെ പ്രിസൺ ഒഴിവാക്കി. അപ്പോൾ പഴയ പണിഷ്മെന്റ് എന്തായിരുന്നു? ഫൈൻ 1 lakh തൊട്ട് 5 lakh വരെ, ഓർ പ്രിസൺ അപ് ടു 1 year ഓർ ബോത്ത് എന്നായിരുന്നു സെക്ഷനിൽ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ പ്രിസൺ ഒഴിവാക്കി. ഓട്ടോമാറ്റിക്കലി പ്രിസൺ ഒഴിവാക്കുമ്പോൾ ഈ ഓർ ബോത്ത് എന്നുള്ള സെന്റൻസിന്റെ റിലവൻസും പോവും, അത് ഒഴിവാക്കി. ലെറ്റ്സ് സീ സെക്ഷൻ 167. The words with imprisonment for a term which may extend to 1 year shall be omitted. അപ്പോൾ പ്രിസൺ എന്നുള്ള ഒഴിവാക്കി. For the words 5 lakh rupees or with both, the words 5 lakh rupees shall be substituted. അപ്പോൾ prison up to 1 year or fine up to 5 lakh rupees or both എന്നുള്ള ഇത് മാറ്റിയിട്ട് വെറും 5 lakh rupees ആക്കി. സോ ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് പ്രിസണും പോയി, ആ ഓർ ബോത്ത് എന്നുള്ള വേർഡും പോയി. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ് ഇൻ 167. 172 നമ്മളെ ചാപ്റ്റർ നമ്പർ 11 ലാസ്റ്റ് സെക്ഷൻ ആയിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് ഈ ചാപ്റ്ററിൽ സെക്ഷൻ 149 തൊട്ട് 171 വരെ നമ്മൾ ഏതെങ്കിലും സെക്ഷനിൽ എവിടെയെങ്കിലും പെനാൽറ്റി പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സെക്ഷനിൽ ലോ മേക്കേഴ്സ് പണിഷ്മെന്റ് പറഞ്ഞ സെക്ഷൻ 172. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? അഗൈൻ പണിഷ്മെന്റ് ഫോർ വയലേഷൻ ഓഫ് സെക്ഷൻ 149 ടു 171 പെനാൽറ്റിയിൽ മാറ്റം വന്നു. പഴയ പെനാൽറ്റി പറഞ്ഞിരുന്നത് കമ്പനി ആൻഡ് ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് 50,000 തൊട്ട് 5 lakh വരെ എന്നായിരുന്നു. ഇപ്പോൾ 50,000 മിനിമം ഓഫീസർക്കും കമ്പനിക്കും രണ്ടാൾക്കും 50,000 മിനിമം, 500 പെർ ഡേ അതും സെയിം. മാക്സിമം പെനാൽറ്റിയിൽ മാറ്റം വന്നിട്ട് കമ്പനീന്റെ കേസിൽ മാക്സിമം അപ് ടു 3 lakh rupees വരെ, ഓഫീസറിന്റെ കേസിൽ മാക്സിമം അപ് ടു 1 lakh rupees വരെ. സോ ഈ 50,000 എന്നുള്ള മിനിമം പെനാൽറ്റി അട്രാക്ട് ആവും. പിന്നെ ഓരോ ദിവസം ഡിഫോൾട്ടും 500 വെച്ച് അങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് പോയി കമ്പനീന്റെ കേസിൽ 3 lakh വരെ പോകും. പിന്നെ 3 lakh മേലേക്ക് പോകില്ല. ദാറ്റ് ഇസ് മാക്സിമം. 3 lakh ഇസ് ദ മാക്സിമം. ഓഫീസറിന്റെ കേസിൽ 1 lakh വരെ. പഴയത് എന്തായിരുന്നു? പഴയത് കമ്പനിക്ക് ഓഫീസറിനും 50,000 തൊട്ട് 5 lakh വരെ എന്നുള്ളതായിരുന്നു പെനാൽറ്റി. If a company is in default in complying with any of the provisions of this chapter for which no specific penalty or punishment is provided, specific സെക്ഷനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ പണിഷ്മെന്റ് പറയാത്ത സെക്ഷൻസിൽ ഉള്ള പണിഷ്മെന്റ് ആണ് 172 പറയുന്നത്. The company and every officer of the company who is in default shall be liable for a penalty of 50,000 and in the case of continuing failure with a further penalty of 500 for each day during which the failure continues, subject to a maximum of 3 lakh rupees in the case of company and 1 lakh rupees in the case of officer. So that is regarding chapter number 11, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള അമെൻമെന്റ്സ് എക്സെപ്റ്റ് 149 ചെറിയൊരു അമെൻമെന്റ് ഉണ്ട്. അടുത്ത ചാപ്റ്റർ മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ്. ഇതില് സെക്ഷൻ 178 സെക്ഷൻ 178 സബ്സെക്ഷൻ 8ലാണ് അമെൻമെന്റ്. 178 എന്ത് ചെയ്യുന്നു? NRC SRC നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. ഇവിടെ അമെൻമെന്റ് എന്താ? 177 വാസ് ടോക്കിംഗ് അബൌട്ട് ഓഡിറ്റ് കമ്മിറ്റി, 178 നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റിയും സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റിയും. ഈ രണ്ട് സെക്ഷൻസിനുള്ള പെനാൽറ്റിയും കമ്പൈൻഡ് ആയിട്ട് ഒന്നിച്ച് പറഞ്ഞിരുന്നു 178ലായിരുന്നു. ആ പെനാൽറ്റിയിൽ ഇപ്പോൾ മാറ്റം വന്നു. അവിടെ പറയുന്നത് കമ്പനിക്ക് ആദ്യം ഏത് 177 അല്ലെങ്കിൽ 178ന്റെ കോൺട്രാവെൻഷന് പെനാൽറ്റി പറഞ്ഞിരുന്നത് സെക്ഷൻ 178 സബ്സെക്ഷൻ 8ലായിരുന്നു. അവിടെ കമ്പനിക്ക് 1 lakh തൊട്ട് 5 lakh വരെ എന്നായിരുന്നു ആദ്യം. ഇപ്പോൾ ഡയറക്ട്ലി 5 lakh. ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് 25,000 തൊട്ട് 1 lakh വരെ, ഓർ പ്രിസൺ അപ് ടു 1 year ഓർ ബോത്ത് എന്നുള്ളത് ഡയറക്ട്ലി 1 lakh എന്നുള്ളതാക്കി. പണ്ട് അവരെ മാക്സിമം പെനാൽറ്റി എത്ര ആയിരുന്നു, അതിപ്പോൾ ഡയറക്ട്ലി ഫ്ലാറ്റ് അത്ര എന്നുള്ള രീതിയിൽ ഫിക്സഡ് എമൗണ്ട് ആക്കിയിട്ട് വെച്ച് പ്രിസൺ ഒഴിവാക്കുകയും ചെയ്തു. 178 for the words punishable with a fine which shall not be less than 1 lakh, അതായത് മിനിമം 1 lakh, which may extend to 5 lakh, ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് പ്രിസൺ 1 year വരെ എന്നുള്ളതൊക്കെ അതിനൊക്കെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിന് നെറ്റ് എഫക്റ്റ് ആണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ സെക്ഷൻ 184 ഡയറക്ടേഴ്സ് ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു 184. അവിടെ പണിഷ്മെന്റ് ഡയറക്ടേഴ്സ് എപ്പോൾ ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യണം, ഡയറക്ടേഴ്സ് ഏതെങ്കിലും അതർ എൻറ്റിറ്റീസിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത് അവര് അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ, ആ ഡയറക്ടർ അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ബോർഡ് മീറ്റിംഗിൽ
എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഫസ്റ്റത്തെ ബോർഡ് മീറ്റിംഗിൽ അവരെ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ബോർഡ് മീറ്റിംഗിൽ അവർ ഇൻട്രസ്റ്റ് ഡിസ്ക്ലോസ് ചെയ്യണം. ചില കേസസിൽ അവർ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന സെക്ഷൻ 184. ഇതിന്റെ കോൺട്രാവെൻഷൻ വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് ആ ചെയ്ത കോൺട്രാക്ട് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ വോയിഡബിൾ ആക്കാം. പ്ലസ് പണിഷ്മെന്റ് സച്ച് ഇൻട്രസ്റ്റഡ് ഡയറക്ടറിന് പണ്ട് പണിഷ്മെന്റ് പറയുന്നത് ഫൈൻ അപ് ടു 1 lakh, പ്രിസൺ അപ് ടു 1 year ഓർ ബോത്ത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഡയറക്ട്ലി അതൊക്കെ മാറ്റിയിട്ട് നേരെ 1 lakh. ഇൻട്രസ്റ്റ് ഡിസ്ക്ലോഷറിന് അവിടെ ഫോം നമ്പർ ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ മീറ്റിംഗ്സ് ഓഫ് ബോർഡ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫോം നമ്പേഴ്സിന്റെ സീരീസ് ഫുള്ള് MBP 1 സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 187 ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ദ കമ്പനി ടു ബി ഹെൽഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. ഒരു വലിയ സംഭവം എന്നല്ലാത്ത ഒരു സെക്ഷൻ. കമ്പനി അവരെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ്സ് അവരെ പേരിൽ തന്നെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞ സെക്ഷൻ. അതിന് എക്സെപ്ഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഒരു സബ്സിഡറിന്റെ കേസിൽ, നിങ്ങൾ ഹോൾഡ് ഓൺ സബ്സിഡറി ആക്കുന്ന കേസിൽ നിയമം കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോമിനീസിന്റെ പേരിൽ ഹോൾഡ് ചെയ്യാം. വിനോ ദാറ്റ് ഹോൾഡ് ഓൺ സബ്സിഡറി 100% ഷെയർസും ഇയാളെ കയ്യിലായിരിക്കും, ഹോൾഡിംഗ് കമ്പനിന്റെ കയ്യിലായിരിക്കും. പക്ഷെ കമ്പനീസ് ആക്ട് പറയുന്നുണ്ട് ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 ആൾ വേണം, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 ആൾ വേണം. അപ്പോൾ പിന്നെ ആ പ്രൊവിഷൻ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ നെയിം സേക്ക് നമ്മൾ റെക്കോർഡ്സിൽ കുറച്ച് എക്സ്ട്രാ ആൾക്കാരുടെ പേരിൽ കാണിക്കും ഷെയർസ്. നമ്മളാണ് അതിന്റെ ബെനിഫിഷ്യൽ ഓണർ എന്നുള്ള നിലക്ക് കാണിക്കും. അത് അലൗഡ് ആണ്. പിന്നെ വേറെ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് ബാങ്കിന്റെ അടുത്ത് വെക്കാൻ പറ്റും സെക്യൂരിറ്റീസ്, ഡിവിഡൻഡിന്റെ കളക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലോണിന്റെ റീപേയ്മെന്റിന് ഗ്യാരണ്ടി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് സെക്യൂരിറ്റീസ് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിമാറ്റ് ഫോമിലാവുമ്പോൾ ഡെപ്പോസിറ്ററി ആയിരിക്കും രജിസ്റ്റേർഡ് ഓണർ, കമ്പനി ബെനിഫിഷ്യൽ ഓണർ. സോ ഇങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതല്ലാത്ത കേസിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഫുള്ള് കമ്പനിയുടെ പേരിലായിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 187. ആൻഡ് അവിടെ കമ്പനി ഇഫ് ആ എക്സെപ്ഷണൽ കേസസിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അവിടെ രജിസ്റ്ററിൽ ആരുടെ പേരിലാണ് ഷെയർസ് ഉള്ളത്, സെക്യൂരിറ്റീസ് ഉള്ളത്, അസറ്റ്സ് ഉള്ളത്, വാട്ട് വാസ് ദ റീസൺ, അവരുമായിട്ടുള്ള റിലേഷൻ, ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന്. നമ്മൾ അമെൻമെന്റ് ഈ ഏരിയയിലൊന്നുമല്ല. അമെൻമെന്റ് നേരെ ഈ സെക്ഷന്റെ കോൺട്രാവെൻഷന് ആദ്യം പറഞ്ഞിരുന്നത് കമ്പനിക്ക് 25,000 തൊട്ട് 25 lakh വരെ, ഇപ്പോൾ ഡയറക്ട്ലി 5 lakh. ഓഫീസറിന് പ്രിസൺ അപ് ടു 6 months 25,000 തൊട്ട് 1 lakh വരെ ഓർ ബോത്ത് എന്നുള്ള മാറ്റിയിട്ട് ഡയറക്ട്ലി 50,000 ആക്കി. സോ ഇവിടെയും പെനാൽറ്റിയിലുള്ള ചേഞ്ച് ആണ്. ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് കമ്പനി ടു ബി ഹെൽഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. നെക്സ്റ്റ് 188 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അഗെയിൻ പെനാൽറ്റിയിലുള്ള മാറ്റം. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞിരുന്നത്? there were 7 ട്രാൻസാക്ഷൻസ്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യണം ഒരു ലിമിറ്റ് വരെ. ആ ലിമിറ്റിന് മേലെ പോവുകയാണെങ്കിൽ പിന്നെ ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണം. Now ആ സെക്ഷന്റെ കോൺട്രാവെൻഷൻ ലിസ്റ്റഡ് കമ്പനിന്റെ കേസിൽ പെനാൽറ്റി പറഞ്ഞിരുന്നത് 25,000 തൊട്ട് 5 lakh വരെ, പ്രിസൺ അപ് ടു 1 year ഓർ ബോത്ത്. അതിപ്പോൾ ഡയറക്ട്ലി 25 lakh. അപ്പോൾ ഇവിടെയൊക്കെ വി ആർ ഹാവിങ് എ റേഞ്ച്. ഓക്കെ, അതായത് പഴയ പെനാൽറ്റിയിൽ പറഞ്ഞിരുന്നത് 25,000 തൊട്ട് 5 lakh വരെ. സോ ആരാണോ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ പോകുന്നത് അവർക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിവിയറിറ്റി ഓഫ് ദി ഒഫൻസ് ദാറ്റ് യു ഹാവ് ഡൺ. ഇപ്പോൾ ഡയറക്ട്ലി ഫ്ലാറ്റ് പെനാൽറ്റിയാണ് പറഞ്ഞത് 25 lakh ഡയറക്ട്ലി. ലിസ്റ്റഡ് കമ്പനി അല്ലാത്ത കേസിൽ 25,000 തൊട്ട് 5 lakh വരെ എന്നായിരുന്നു പഴയത്, അതിപ്പോൾ 5 lakh എന്നാക്കി. For the words punishable with imprisonment for a term which may extend to 1 year or with fine which shall not be less than 25,000 but which may extend to 5 lakh rupees or both എന്നുള്ള മാറ്റിയിട്ട് liable for a penalty of 25 lakh rupees എന്നാക്കി. ഇത് ആരുടെ കേസിൽ? ക്ലോസ് 1 just talking about listed company. പിന്നെ ബാക്കി അതർ കമ്പനീസിന്റെ കേസിൽ പെനാൽറ്റി ഓഫ് 5 lakh rupees എന്നുള്ള 25,000 തൊട്ട് 5 lakh എന്നുള്ള മാറ്റിയിട്ട് പെനാൽറ്റി ഓഫ് 5 lakh എന്നാക്കി. What is the difference between fine and penalty? ഫൈൻ എന്ന് പറഞ്ഞാൽ ഒരു ജുഡീഷ്യൽ അതോറിറ്റിയാണ് നിങ്ങളെ മേത്ത് ഇമ്പോസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ, NCLT. അതായത് നിങ്ങൾക്കെതിരെ ആരെങ്കിലും കേസ് ഫയൽ ചെയ്ത് നിങ്ങൾക്ക് അഗേൻസ്റ്റ് പ്രൊസീഡിംഗ് ഉണ്ട്. അപ്പോൾ ആ കേസിൽ കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ ഇമ്പോസ് ചെയ്യേണ്ടതാണ് ഫൈൻ. ആൻഡ് മോസ്റ്റ്ലി ഫൈനിന്റെ കൂടെ പ്രിസണും വരും. നേരെ മറിച്ച് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അഗേൻസ്റ്റ് പ്രോസിക്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡയറക്ട്ലി ROC നിങ്ങളെ മേത്ത് പെനാൽറ്റി ഇമ്പോസ് ചെയ്യുക. വേറെ കേസ് ഫയൽ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആക്ടിൽ എന്താണോ പെനാൽറ്റി പറഞ്ഞത് ആ പെനാൽറ്റി അടക്കുക. ROC ഡയറക്ട്ലി പെനാൽറ്റി ഇമ്പോസ് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ പറയുന്നത് പെനാൽറ്റി ഓഫ് 5 lakh എന്നാണ്. നേരത്തെ റേഞ്ച് ആയിരുന്നു ഫൈൻ 25,000 തൊട്ട് 5 lakh വരെ. അതൊക്കെ മാറ്റിയപ്പോൾ ഡയറക്ട്ലി ഫ്ലാറ്റ് എമൗണ്ട് പെനാൽറ്റി.
That is all about amendments in our second chapter. അടുത്ത അപ്പോയിൻമെന്റ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് മാനേജറിയൽ പേഴ്സണൽ. ഇതിൽ സെക്ഷൻ 204 അഗെയിൻ പെനാൽറ്റിയിൽ മാറ്റം വന്നു. 204 എന്തെന്ന് സെക്രട്ടറിയൽ ഓഡിറ്റ്. ചില കമ്പനീസിന് പ്രാക്ടീസിങ് CS കൊണ്ട് സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യൽ കമ്പൽസറി ആണ് എന്ന് പറഞ്ഞ സെക്ഷൻ 204. അപ്പോൾ അവിടെ പെനാൽറ്റി കമ്പനി ഓഫീസർ ഇൻ ഡിഫോൾട്ട് CS എല്ലാവർക്കും സെയിം പെനാൽറ്റി 2 lakh rupees. പണ്ട് 1 lakh to 5 lakh എന്നുള്ളതായിരുന്നു. അപ്പോൾ മാറ്റിയിട്ട് ഡയറക്ട്ലി 2 lakh rupees ആക്കി. Then section 232 നമ്മൾ അമാൽഗമേഷൻ. അമാൽഗമേഷൻ എന്നുള്ള ചാപ്റ്ററിലെ അമെൻമെന്റ് അഗെയിൻ ചേഞ്ച് ഇൻ പെനാൽറ്റി. ഈ ചാപ്റ്ററിൽ വാട്ട് വാസ് 232 ടോക്കിംഗ് അബൌട്ട്, 232 വാസ് ടോക്കിംഗ് അബൌട്ട്, അതായത് നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ സെക്ഷൻ മേജേഴ്സ് അമാൽഗമേഷനെ പറ്റി പറഞ്ഞ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ മേജർ അമാൽഗമേഷൻ ചെയ്യണമെങ്കിൽ ട്രൈബ്യൂണലിന്റെ അപ്രൂവൽ വേണം. ട്രൈബ്യൂണലിന്റെ അപ്രൂവലിന്റെ കോപ്പി ROCക്ക് ഫയൽ ചെയ്ത് കൊടുക്കണം വിത്തിൻ 30 days എന്ന് പറഞ്ഞിരുന്നു ഈ സെക്ഷനിൽ. അതിന്റെ കോൺട്രാവെൻഷൻ സെക്ഷൻ 232 സബ്സെക്ഷൻ 8 പറയുന്നത് കമ്പനിക്ക് 20,000 പെർ ഡേ, മാക്സിമം 3 lakh. സെയിം പെനാൽറ്റി കമ്പനിക്കും ഓഫീസറും ഡിപ്പോർട്ടിലും സെയിം പെനാൽറ്റി 20,000 പെർ ഡേ, മാക്സിമം 3 lakh. ഓഫീസറിന് 20,000 പെർ ഡേ, മാക്സിമം 3 lakh. എന്താ മുതലാളി നിങ്ങൾ കാര്യത്തിൽ പെനാൽറ്റി ഒക്കെ പഠിക്കുന്നുണ്ടോ? സാറേ ഞങ്ങള് അമെൻമെന്റ് എടുക്കുക വിഷയത്തേക്ക് വരും. നമ്മൾ ഈ പെനാൽറ്റി ഒക്കെ നമ്മൾ പഴയത് പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് പുതിയത് ഇത് മാറ്റം വന്നു എന്നുള്ള അറിയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പഴയത് തന്നെ പഠിക്കണില്ല. ഓ മാൻ, ഇൻ ദാറ്റ് കേസ് യാ ഇനി നമുക്ക് പറയാനുള്ള പല സെക്ഷൻസും തന്നെയാണ് സിറ്റുവേഷൻ. എക്സെപ്റ്റ് ഫ്യൂ ബാക്കിയുള്ള ഫുള്ള് പെനാൽറ്റിയിലുള്ള മാറ്റങ്ങളാണ്. പെനാൽറ്റി പഠിക്കൽ കമ്പൽസറി ആണോ? യെസ് കമ്പൽസറി ആണ്. ICAI പറയുന്നത് കമ്പൽസറി ആണ്. ഇവിടെയൊക്കെ പ്രിസൺ ഒഴിവാക്കിയ സെക്ഷൻ 232 ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് ഫൈൻ 1 lakh to 3 lakh, പ്രിസൺ അപ് ടു 1 year ഓർ ബോത്ത് ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് പ്രിസൺ ഒഴിവാക്കി. പെനാൽറ്റിയിലും മാറ്റം വന്നു. പിന്നെ ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ് 242. വാട്ട് ഇസ് 242? ട്രൈബ്യൂണലിന് പാസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് പാസ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന സെക്ഷനാണ് 242. ഓപ്പറേഷൻ ആൻഡ് മിസ്മാനേജ്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈബ്യൂണലിന് ഓർഡേഴ്സ് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? 242 ട്രൈബ്യൂണലിന് കമ്പനിയുടെ MOA AOA ആൾട്ടർ ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ആ ഓർഡർ ട്രൈബ്യൂണൽ പാസും ചെയ്ത് എന്നിട്ട് സബ്സിക്വന്റ്ലി ട്രൈബ്യൂണൽ ആൾട്ടർ ചെയ്ത MOA AOA കമ്പനി വീണ്ടും ആൾട്ടർ ചെയ്യണം, ഒബ്വിയസ്ലി വിതൗട്ട് ദി പെർമിഷൻ ഓഫ് ട്രൈബ്യൂണൽ. അപ്പോൾ ആ കേസിൽ പണിഷ്മെന്റ് പറഞ്ഞ സെക്ഷൻ 242 സബ്സെക്ഷൻ 8. അവിടെ എന്തുണ്ടായി? അവിടെ പ്രിസൺ ഒഴിവാക്കി. അപ്പോൾ ഇപ്പോഴത്തെ പണിഷ്മെന്റ് എന്താ? കമ്പനിക്ക് 1 lakh തൊട്ട് 25 lakh വരെ, ഓഫീസറിന് 25,000 തൊട്ട് 1 lakh വരെ. ദാറ്റ്സ് ഇറ്റ്. പണിഷ്മെന്റ് ഒക്കെ സെയിം തന്നെയാണ് പണ്ടും, എക്സെപ്റ്റ് പണ്ട് പ്രിസൺ അപ് ടു 6 months ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഇപ്പോൾ ഡയറക്ട്ലി ഈ പണിഷ്മെന്റ് മാത്രം. ഐ ഹാവ് മെൻഷൻ ഇറ്റ് ഓവർ ഹിയർ. 242(8) മാറ്റം വന്നത്. 242(8) എന്താ പറയുന്നത്? ഇഫ് കമ്പനി കോൺട്രാവീൻസ് പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 5. സബ്സെക്ഷൻ 5 എന്താ? സബ്സെക്ഷൻ 5 മാറ്റമൊന്നുമില്ല കേട്ടോ, പഴയ പ്രൊവിഷൻ തന്നെയാണ്. ബട്ട് ജസ്റ്റ് ടു ഗിവ് എൻ ഐഡിയ, where an order of tribunal makes any alteration in MOA or AOA of the company, then notwithstanding any other provision in this act. വേറെ ഈ ആക്ടിൽ പറഞ്ഞ മറ്റ് പ്രൊവിഷൻസിനോടൊക്കെ പോയി പണി വെക്കാൻ, കമ്പനിയുടെ MOA AOA ട്രൈബ്യൂണൽ ഓർഡർ പാസ് ചെയ്തിട്ട് മാറ്റം വരുത്തിയാൽ പിന്നെ കമ്പനീസ് ആക്ടിൽ പറയുന്ന ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും നോട്ട് വിത്ത് സ്റ്റാൻഡിങ് അതിനോടൊക്കെ പോയി പണി വെക്കാൻ ഈ സെക്ഷനാണ് ഓവർ റൈഡിങ് സെക്ഷൻ, പ്രിവെയിലിംഗ് സെക്ഷൻ 242. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സെക്ഷൻ 13 പ്രകാരം നിങ്ങളെ MOA SRO ORO പാസ് ചെയ്തിട്ട് ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. സെക്ഷൻ 14 പ്രകാരം SR പാസ് ചെയ്തൊന്നും ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കമ്പനി എന്താ ചെയ്തു? കമ്പനി ആൾട്ടർ ചെയ്തു. SR പാസ് ചെയ്തിട്ട് ആൾട്ടർ ചെയ്തു. The company shall not have the power except to the extent, if any, permitted in the order to make without the leave of tribunal. Oh man, ഭയങ്കര വളഞ്ഞു തിരിഞ്ഞൊക്കെ പറയണം. ട്രൈബ്യൂണൽ ആൾട്ടറേഷന്റെ ഓർഡർ പാസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനി അതർ പ്രൊവിഷൻ, ഈ ആക്ടിൽ പറഞ്ഞ മറ്റുള്ള പ്രൊവിഷൻസിനോടൊക്കെ ഓവർ റൈഡ് ചെയ്തിട്ട് ഈ സെക്ഷൻ പറയാണ് കമ്പനിക്ക് പവർ ഉണ്ടാവില്ല, എക്സെപ്റ്റ് ടു ദി എക്സ്റ്റെന്റ് ഇഫ് എനി പെർമിറ്റഡ് ഇൻ ദി ഓർഡർ. ഈ ഓർഡറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏരിയാസിൽ ഇങ്ങനെ അമെൻമെന്റ് വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഏരിയാസിൽ യു കനോട്ട് മേക്ക് എനി ആൾട്ടറേഷൻ വിതൗട്ട് ദി ലീവ് ഓഫ് ട്രൈബ്യൂണൽ. ട്രൈബ്യൂണലിന്റെ സമ്മതമല്ലാതെ മാറ്റം വരുത്താൻ പറ്റൂല. എനി ആൾട്ടറേഷൻ വാട്ട്സ് എവർ വിച്ച് ഇസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദി ഓർഡർ ഏതർ ഇൻ MOA AOA ഇത് ചെയ്യാൻ പറ്റൂല.
എന്നായിരുന്നു സബ്സെക്ഷൻ 5 പറഞ്ഞത്. സബ്സെക്ഷൻ 5ന്റെ പണിഷ്മെന്റ് പറഞ്ഞ സബ്സെക്ഷൻ 8 ആ പെനാൽറ്റിയിലാണ് ഇപ്പോൾ മാറ്റം വന്നത്. ദെൻ 243 സബ്സെക്ഷൻ 2 ഇവിടെ ട്രൈബ്യൂണൽ ഓർഡർ പാസ് ചെയ്യണം പ്രിവെൻഷൻ ഓഫ് ഓപ്പറേഷൻ മിസ്മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. ഓപ്പറേഷൻ മിസ്മാനേജ്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിലെ ടോപ്പ് ലെവലിലുള്ള MD ഡയറക്ടർ അവരെ റിമൂവ് ചെയ്യുക, അവരുമായിട്ടുള്ള എഗ്രിമെന്റിൽ ആൾട്രേഷൻ വരുത്തുക. ഓർ ട്രൈബ്യൂണൽ പറയാണ് സോ ആൻഡ് സോ പേഴ്സൺ ഇസ് നോട്ട് എ ഫിറ്റ് പേഴ്സൺ, ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഹോൾഡ് ചെയ്യാൻ ഫിറ്റ് ആയിട്ടുള്ള ആളല്ല എന്നുള്ളത്. ഇൻ ദാറ്റ് കേസ് അവർ 5 വർഷം വരെ ഡിസ്ക്വാളിഫൈ ചെയ്യുക. ഈ പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു 243-ൽ. അതിന്റെ കോൺട്രാവെൻഷൻ, അതായത് നിങ്ങൾ അങ്ങനെ റിമൂവ് ചെയ്തിട്ടും ട്രൈബ്യൂണൽ ഓർഡർ പാസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ടും നിങ്ങൾ ആ പോസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ പണിഷ്മെന്റ് പറയുന്നത് ഈ ഡിഫോൾട്ട് വരുത്തിയ ആ പെർട്ടിക്കുലർ പേഴ്സൺ ആൻഡ് കമ്പനിയിൽ ഏതൊക്കെ ഡയറക്ടേഴ്സ് നോയിങ്ലി എ പാർട്ട് ഓഫ് സച്ച് കോൺട്രാവെൻഷൻ, സോ ആൻഡ് സോ പേഴ്സണിനെ ട്രൈബ്യൂണൽ ഡിസ്ക്വാളിഫൈ ചെയ്തു എന്നിട്ടും അയാൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കമ്പനിയിൽ, അതിന് കൂട്ടുനിന്ന ബാക്കിയുള്ള ഡയറക്ടേഴ്സിനും പണിഷ്മെന്റ് ഫൈൻ അപ് ടു 5 lakh ഓർ പ്രിസൺ അപ് ടു 6 months ഓർ ബോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രിസണും ബോത്തും ഒഴിവാക്കി. അപ്പോൾ ഫൈന് 5 lakh. That was about 243. പിന്നെ before we move on to winding up chapter 284, അതിന് മുന്നേ നമുക്ക് രജിസ്റ്റേർഡ് വാല്യൂസ് എന്ന സെക്ഷൻ 247 അവിടെയും അമെൻമെന്റ് ഉണ്ട്. Over here, പേജ് നമ്പർ 5. ഇത് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വൈൻഡിങ് അപ്പിൽ അമെൻമെന്റിലേക്ക് പോവാം. 247 അഗെയിൻ പണിഷ്മെന്റിലുള്ള മാറ്റം. 247 പറഞ്ഞത് രജിസ്റ്റേർഡ് വാല്യൂ അസറ്റിന്റെ വാല്യുവേഷൻ നടത്തുമ്പോൾ അയാൾ ബയസ്ഡ് ആവാൻ പാടില്ല, അയാൾ വാല്യുവേഷൻ നടത്തുന്ന അസറ്റിൽ ഇൻട്രസ്റ്റഡ് ആവാൻ പാടില്ല, അത് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റഡ് ആവാൻ പാടില്ല, ആ വാല്യുവേഷൻ ചെയ്യുന്നതിന്റെ 3 വർഷം മുന്നേ വരെയുള്ള പീരീഡിൽ ഇൻട്രസ്റ്റഡ് ആവാൻ പാടില്ല, വാല്യുവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർ ദ നെക്സ്റ്റ് 3 years ഇൻട്രസ്റ്റഡ് ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സെക്ഷന്റെ കോൺട്രാവെൻഷൻ രണ്ട് രീതിയിലായിരുന്നു പണിഷ്മെന്റ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഒന്ന്, മനഃപൂർവ്വം പറ്റിക്കാൻ വേണ്ടിയിട്ട്, കമ്പനിയും മെമ്പേഴ്സിനും പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും റോങ് വാല്യുവേഷൻ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലുള്ള പണിഷ്മെന്റ് വേറെ. അതല്ല നോർമൽ കേസിൽ അതർ കോൺട്രാവെൻഷൻസ് ഓഫ് ദിസ് സെക്ഷൻ. അപ്പോൾ ആ കേസിലുള്ള പണിഷ്മെന്റ് 25,000 തൊട്ട് 1 lakh വരെ എന്ന് ഇവിടെ മാറ്റം വന്നപ്പോൾ ഇത് മാറ്റിയിട്ട് ഇപ്പോൾ ഡയറക്ട്ലി 50,000 പെനാൽറ്റി ആക്കി. ഇവിടെ ഈ ഡിഫ്രോഡ് ചെയ്യാനുള്ള ഉദ്ദേശത്തോട് കൂടിയുള്ള വാല്യുവേഷന്റെ കേസിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പണിഷ്മെന്റ്. എപ്പോഴും പഴയ പോലെ തന്നെ സെയിം 1 lakh തൊട്ട് 5 lakh വരെ ഫൈൻ, പ്രിസൺ അപ് ടു 1 year. That was the amendment in 247. Punishable with fine not less than 25,000, extend to 1 lakh, and pagaram liable to a penalty of 50,000 shall be substituted. The 247. Going back. Winding up. Section 284. 284 പറഞ്ഞിരുന്നത് എന്താ, വൈൻഡിംഗ് അപ്പ് ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനി ലിക്വിഡേറ്റർ വരും. NCLT കമ്പനി ലിക്വിഡേറ്ററിന് പറഞ്ഞേക്കും. പിന്നെ അവരാണ് കമ്പനിയുടെ അഫയേഴ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, അസറ്റ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യുക, ക്രെഡിറ്റേഴ്സിന് സെറ്റിൽ ചെയ്യുക. കമ്പനിയിലെ പ്രൊമോട്ടേഴ്സ് ഡയറക്ടേഴ്സ് ഇവരൊക്കെ കമ്പനി ലിക്വിഡേറ്ററുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സെക്ഷൻ 284. അപ്പൊ അങ്ങനെ കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് പറഞ്ഞിരുന്നു 6 months വരെ പ്രിസൺ, ഫൈൻ അപ് ടു 5,000 ഓർ ബോത്ത് എന്നുള്ളത് ഇപ്പൊ പണിഷ്മെന്റാണ് ഒഴിവാക്കി. അപ്പോ ഇനി മുതൽ കമ്പനിയുടെ ഓഫീസേഴ്സ് കമ്പനി ലിക്വിഡേറ്ററുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാവുക? പണിഷ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവുക? കമ്പനി ലിക്വിഡേറ്റർ നേരെ ട്രൈബ്യൂണലിന് അപ്ലൈ ചെയ്യും ഓർഡർ പാസ് ചെയ്യാൻ. ഇവര് ഞാനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യണില്ല, അപ്പോൾ അവർക്ക് അഗേൻസ്റ്റ് ഒന്ന് ഓർഡർ പാസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമ്പനി ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിൽ അപ്ലൈ ചെയ്യും. ട്രൈബ്യൂണൽ ഓർഡർ പാസ് ചെയ്യും, അവരോട് കംപ്ലൈന്റ് ചെയ്യണം എന്ന് പറയും. That is there over here. Section 284 subsection 2. If any person required to cooperate with company liquidator does not cooperate, the company liquidator may make an application to NCLT for necessary directions. നിങ്ങളൊന്ന് ഡയറക്ഷൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കമ്പനി ലിക്വിഡേറ്റർ ട്രൈബ്യൂണലിനോട് അപ്ലൈ ചെയ്യും. പോലും ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, നിങ്ങളൊന്ന് പറയും.
284 subsection 3 on receiving the application NCLT shall by an order direct the person to comply with the instructions of company liquidator and to cooperate with him in discharging his functions and duties. NCLT എന്ത് ചെയ്യും? NCLT അവർക്ക് അഗേൻസ്റ്റ് ഓർഡർ പാസ് ചെയ്യും, മാത്രമേ ഉള്ളൂ. വേറെ പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 284 that was in page number 3. ഇതാണ് നമ്മളിപ്പോൾ വായിച്ച സബ്സെക്ഷൻ 2 സബ്സെക്ഷൻ 3. ആ സബ്സെക്ഷനിൽ നിന്ന് പണിഷ്മെന്റും പറഞ്ഞിരുന്നത്. അപ്പോൾ പണിഷ്മെന്റ് ഉണ്ടായിരുന്ന സബ്സെക്ഷൻ മാറ്റിയിട്ട് ഇപ്പൊ നേരെ ഇങ്ങനെ ആക്കി ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അതിന്റെ കൂടെ പണിഷ്മെന്റ് പോയി. 302 dissolution of company. ഇവിടെ what will happen? NCLT dissolution order പാസ് ചെയ്തു. ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ the company liquidator was supposed to submit to ROC. ഈ ഡിസൊല്യൂഷന്റെ ഓർഡർ ROCക്ക് സബ്മിറ്റ് ചെയ്യണം within 30 days എന്നായിരുന്നു സെക്ഷനിൽ പറഞ്ഞിരുന്നത്. Now what happened was ആ പ്രൊവിഷനിൽ കുറച്ച് അമെൻമെന്റ് വന്നു, പ്ലസ് ഈ സെക്ഷനിൽ ഉണ്ടായിരുന്ന പണിഷ്മെന്റ് റിമൂവും ചെയ്തു. സോ അമെൻമെന്റ് എന്താ? പണ്ടത്തെ പ്രൊവിഷൻ എന്തായിരുന്നു? ആദ്യം ട്രൈബ്യൂണൽ ലിക്വിഡേഷൻ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റർ ROCക്ക് ആ ഓർഡറിന്റെ കോപ്പി അയച്ചു കൊടുക്കണമെന്നായിരുന്നു. ഇപ്പൊ പറയണത് രണ്ട് പ്രാവശ്യം ROCക്ക് ഫോം പോകും. ഒന്ന് ഐ എക്സ്പ്ലെയിൻ ഫസ്റ്റ്, ദെൻ വിൽ ഗിവ് ഇറ്റ് റീഡിംഗ്. ഒന്ന് NCLT തന്നെ ROCക്ക് ഡയറക്ട്ലി അയച്ചു കൊടുക്കും. രണ്ട് NCLT കമ്പനി ലിക്വിഡേറ്ററിനോട് അയച്ചു കൊടുക്കാൻ പറയും. ദിസ് ഇസ് ദി അമെൻമെന്റ്. ആദ്യം സെക്ഷനിൽ ക്ലിയർലി പറഞ്ഞിരുന്നത് കമ്പനി ലിക്വിഡേറ്റർ ROCക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ അതിന് പകരം NCLT അയച്ചു കൊടുക്കും. അത് മാത്രമല്ല NCLT കമ്പനി ലിക്വിഡേറ്ററിനോടും അയച്ചു കൊടുക്കാൻ ഡയറക്റ്റ് ചെയ്യും. 302 the tribunal shall within 30 days, ആദ്യത്തെ പ്രൊവിഷൻ ആണ് നമ്മുടെ മേലെ ഈ വെട്ടിയ ഭാഗം. A copy of the order shall within 30 days be forwarded by company liquidator to ROC. ഇപ്പൊ പറയണത് tribunal shall within 30 days from the date of the order forward a copy of order to ROC who shall record in the register. ഇതൊക്കെ ആരത്? ROC ചെയ്യുന്ന പറയണത്. ROC രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യും ഡിസൊല്യൂഷനെ പറ്റി. ട്രൈബ്യൂണൽ ഇപ്പൊ എന്താ ചെയ്യുക? ട്രൈബ്യൂണൽ ഷാൽ ഫോർവേഡ് എ കോപ്പി ടു ROC. ട്രൈബ്യൂണൽ തന്നെ ROCക്ക് അയച്ചു കൊടുക്കും. ആൻഡ് ഡയറക്ട് ദ കമ്പനി ലിക്വിഡേറ്റർ ടു ഫോർവേഡ് എ കോപ്പി ടു ROC. കമ്പനി ലിക്വിഡേറ്ററിനോട് ROCക്ക് അയച്ചു കൊടുക്കാൻ പറയും. ദാറ്റ് ഇസ് ദ ചേഞ്ച് നൗ. ആൻഡ് അതിന്റെ കൂടെ പണ്ട് ഈ സെക്ഷനിൽ പണിഷ്മെന്റ് ഉണ്ടായിരുന്നു അപ് ടു 5,000 പെർ ഡേ എന്നുള്ളത്, അതിപ്പോൾ റിമൂവ് ചെയ്തു. ദാറ്റ് ഇസ് 302. സെയിം വേർഡിങ്സ് ദാറ്റ് വി ഹാഡ് ഗിവൻ എ റീഡിംഗ് ഇവിടെ ഉണ്ട്. Tribunal shall forward a copy to ROC and direct the company liquidator to forward a copy to ROC. Subsection 4 remove ചെയ്തു. Subsection 4 എന്ത് ചെയ്യുന്നു? ഈ 5,000 per day എന്ന് പറഞ്ഞ പണിഷ്മെന്റ് ചെയ്യുന്നു. അത് പോയി. പിന്നെ വൈൻഡിങ് അപ്പ് ചാപ്റ്ററിൽ സെക്ഷൻ 347. Now ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 302 ഡിസ്കസ് ചെയ്ത ഇതേ അമെൻമെന്റ് it is going subsequently in 356 also. We are going to see same amendment. ആദ്യം ഡിസ്കസ് ചെയ്യാം. Then we'll go back to this one, disposal of books. 356 powers of tribunal to declare dissolution of company void. ട്രൈബ്യൂണൽ തന്നെ കമ്പനിയുടെ ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്തിട്ട് സബ്സിക്വന്റ്ലി ആ പാസ് ചെയ്ത ഓർഡർ തന്നെ ഇപ്പോൾ റിവേഴ്സ് ചെയ്യാണ്, കമ്പനിനെ റിവൈവ് ചെയ്യാണ്. ആ പാസ് ചെയ്ത ഓർഡറിനെ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ഒരുപാട് പ്രൊവിഷൻസ് പറയുന്നത് ഏതെങ്കിലും ഇൻട്രസ്റ്റഡ് പാർട്ടീസ്ക്ക് കമ്പനിയിൽ ട്രൈബ്യൂണൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 വർഷത്തിനുള്ളിൽ കമ്പനിക്ക് ഈ കമ്പനിയെ ഡിസോൾവ് ചെയ്യാൻ ട്രൈബ്യൂണൽ പാസ് ചെയ്ത ഓർഡർ ട്രൈബ്യൂണൽ റിവൈവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ സെയിം അമെൻമെന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പ്രൊവിഷൻ, അതായത് ഈ ഓർഡറിന്റെ കോപ്പി ROCക്ക് അയച്ചു കൊടുക്കണം കമ്പനി ലിക്വിഡേറ്റർ എന്ന് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ അതിന് പകരം ട്രൈബ്യൂണൽ അയച്ചു കൊടുക്കും, ട്രൈബ്യൂണൽ കമ്പനി ലിക്വിഡേറ്ററിനും അയച്ചു കൊടുക്കാൻ പറയും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പണിഷ്മെന്റ് റിമൂവ് ചെയ്തു. Same wordings. The tribunal shall forward a copy of the order within 30 days from the date thereof to ROC who shall record the same. And പിന്നെ ട്രൈബ്യൂണൽ ഒന്ന് ട്രൈബ്യൂണലിന് അയച്ചു കൊടുക്കും, പിന്നെ ട്രൈബ്യൂണൽ കമ്പനി ലിക്വിഡേറ്ററിനോടും അയച്ചു കൊടുക്കാൻ പറയും വിത്തിൻ 30 days. അപ്പോൾ ഇവിടെ ഈ സബ്സെക്ഷൻ 2 ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ സബ്സെക്ഷൻ 2 ആദ്യം പണിഷ്മെന്റ് ഉണ്ടായിരുന്നു, കമ്പനി ലിക്വിഡേറ്റർ ഓഫ് പേഴ്സൺ ഫൈൻ അപ് ടു 10,000 പെർ ഡേ എന്നുള്ളത്, അത് പോയി. അതിന് പകരമാണ് ഇപ്പോൾ ഈ വേർഡിങ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സോ ദാറ്റ് വാസ് ഡിസൊല്യൂഷൻ ഓർഡർ പാസ് ചെയ്തത് വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സെയിം അമെൻമെന്റ് എന്ന് 302 നമ്മൾ കണ്ടു.
347 ഇങ്ങനെ വൈൻഡിങ് അപ്പ് ഓർഡർ പാസ് ചെയ്ത കമ്പനിയുടെ ബുക്സ് റെക്കോർഡ്സ് ഇതൊക്കെ എന്ത് ചെയ്യണം? ട്രൈബ്യൂണൽ നിങ്ങളോട് ഡയറക്റ്റ് ചെയ്യും. മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഡിസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യണം. ആ സെക്ഷന്റെ പണിഷ്മെന്റ് സബ്സെക്ഷൻ 4 പറഞ്ഞിരുന്നു. 347 സബ്സെക്ഷൻ 4 പണിഷ്മെന്റ് അവിടെ അമെൻമെന്റ് എന്താ? പ്രിസൺ റിമൂവ് ചെയ്തു. സെക്ഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡയറക്ട്ലി ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം അപ് ടു 6 months എന്നുള്ളത് പോയി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ ഓർ ബോത്ത്ന്നും പോയി. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫൈൻ മാത്രമേ ഉള്ളൂ, അപ് ടു 50,000 rupees. അടുത്ത 392 അവിടെ നിൽക്കട്ടെ. 392 450 അതവിടെ നിൽക്കട്ടെ. 379 ഫോറിൻ കമ്പനി സെക്ഷൻ്റെ ഓർഡറിൽ തന്നെ പോവാം. 379 ഫോറിൻ കമ്പനി. ചാപ്റ്ററിന്റെ പേര് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ആ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനാണ് 379. അപ്പോൾ ആ സെക്ഷനിൽ തന്നെ ഇത് ഒരു ആപ്ലിക്കബിലിറ്റി സെക്ഷനാണ്. ഏതൊക്കെ ഫോറിൻ കമ്പനീസിനാണ് ഈ ചാപ്റ്റർ ആപ്ലിക്കബിൾ ആവുക? ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് എല്ലാ ഫോറിൻ കമ്പനിക്കും ആപ്ലിക്കബിൾ ആവുമോ? ഇല്ല. ഈ ചാപ്റ്ററിൽ ചില സെക്ഷൻസ് എല്ലാ ഫോറിൻ കമ്പനീസിനും ആപ്ലിക്കബിൾ ആവും എന്നാണ് സെക്ഷൻ 379 പറയുന്നത്. സെക്ഷൻ 380 തൊട്ട് 386 വരെ ആൻഡ് 392 ആൻഡ് 393 എല്ലാ ഫോറിൻ കമ്പനീസിനും ആപ്ലിക്കബിൾ ആവും. What about the remaining sections in this chapter? ആ സെക്ഷൻസും ആപ്ലിക്കബിൾ ആവും ടു സച്ച് ഫോറിൻ കമ്പനീസ് ഹൂസ് അറ്റ് ലീസ്റ്റ് 50% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ബൈ ഇന്ത്യൻ റെസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ബോഡി കോർപ്പറേറ്റ്. ഇതൊക്കെ ഈ ആപ്ലിക്കബിലിറ്റി പറഞ്ഞ സെക്ഷൻ ആയിരുന്നു 379. ഈ സെക്ഷനിൽ ലാസ്റ്റ് ഒരു പ്രൊവിസോ ഉണ്ടായിരുന്നു. അതായത് ആപ്ലിക്കബിലിറ്റി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ ഫോറിൻ കമ്പനിക്കും ഈ പറഞ്ഞ സീരീസ് ഓഫ് സെക്ഷൻ ആപ്ലിക്കബിൾ ആവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പ്രൊവിസോ ഉണ്ടായിരുന്നു. വിച്ച് സെഡ് പ്രൊവൈഡഡ് ദാറ്റ് CGക്ക് എക്സെപ്ഷൻ ഗ്രാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പ്രൊവിസോ ആയിരുന്നു. പ്രൊവൈഡഡ് ദാറ്റ് CG may, by order published in official gazette, exempt any class of foreign companies specified in the order from any of the provisions of ഈ പറഞ്ഞ സെക്ഷൻസ് എന്നൊക്കെ CGക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പ്രൊവിസോ ഉണ്ടായിരുന്നു. ആ പ്രൊവിസോ റിമൂവ് ചെയ്തു. അപ്പോൾ 379 CGക്ക് എക്സെപ്ഷൻ കൊടുക്കാനുണ്ടായിരുന്ന പവർ, ആക്ട് കൊടുത്തിരുന്ന പവർ ഇപ്പൊ റിമൂവ് ചെയ്തു. അപ്പോൾ ഇനി പവർ ഇല്ല. പവർ ഉണ്ട്, അത് ഈ പ്രൊവിസോ എന്നുള്ള നിലക്കല്ല, പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തു. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു സെക്ഷൻ ആഡ് ചെയ്തു 393A, വിച്ച് സേസ് സെയിം അവിടെ പ്രൊവിസർ ഉണ്ടായിരുന്ന പവറിന് ഇവിടെ സെക്ഷൻ ആയിട്ട് കൊടുത്തു. ഇപ്പോൾ CG may by notification exempt any class of foreign companies or companies incorporated outside India as specified in the notification from any of the provisions of this chapter. അതിന്റെ ഓർഡറിന്റെ കോപ്പി ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യും. സോ നെറ്റ് എഫക്ട് ഇപ്പോൾ എന്താ സെയിം തന്നെയാണ്. പണ്ട് 379 പ്രൊവിസോറിൽ പറഞ്ഞ സാധനം ഇപ്പൊ 393A എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ ആയിട്ട് ആഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ 392 ഈ ചാപ്റ്ററിലെ പണിഷ്മെന്റിന്റെ സെക്ഷൻ ആണ്. അപ്പോൾ അവിടെ വാട്ട് ഹാപ്പൻഡ് ഓവർ ദെയർ? പ്രിസൺ റിമൂവ് ചെയ്തു. ഫോറിൻ കമ്പനി എന്തെങ്കിലും കോൺട്രാവെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ 1 lakh തൊട്ട് 3 lakh വരെ ആൻഡ് 50,000 പെർ ഡേ ആഫ്റ്റർ ദി ഫസ്റ്റ് ഡേ ഓഫ് ഡിഫോൾട്ട്. ഓരോ കണ്ടിന്യൂയിങ് ഡേക്കും 50,000 അപ് ടു 50,000 വരെ പെർ ഡേ ഓൺ ദി കമ്പനി. ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് 25,000 തൊട്ട് 5 lakh വരെ. അവിടെ ആദ്യം ഓർ പ്രിസൺ അപ് ടു 6 months ഓർ ബോത്ത് എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ റിമൂവ് ചെയ്തു. സ്പെഷ്യൽ കോഡിൽ എന്താ അമെൻമെന്റ്? സ്പെഷ്യൽ കോഡ് സെക്ഷൻ 435 പറഞ്ഞിരുന്നു CGക്ക് സ്പെഷ്യൽ കോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. എന്തിനാ സ്പെഷ്യൽ കോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? സ്പെഷ്യൽ കോഡ്സ് സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കോർട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ സ്പീഡി ഡിസ്പോസലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോഡ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒന്നെങ്കിൽ പുതിയ സ്പെഷ്യൽ കോഡ്സ് ആയിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൾറെഡി ഇന്ത്യയിലുള്ള കോഡ്സിന്, ഡിസ്ട്രിക്ട് കോഡ്സിന് നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ കോഡായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒരു വേർഡ് ആഡ് ചെയ്തു. Let's see. 435 subsection 1. CG may, for the purpose of providing speedy trial of offences under this act, except section 452 അല്ലാത്ത ബാക്കിയുള്ള സെക്ഷൻസിന്റെ സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട് CGക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക? എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഡെസിഗ്നേറ്റ് ചെയ്യാം ആസ് മെനി സ്പെഷ്യൽ കോഡ്സ് ആസ് നെസസറി. അപ്പോൾ ഈ 435 CGക്ക്
സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്സിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഡെസിഗ്നേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ സെക്ഷൻ ആയിരുന്നു. അവിടെ ഒരു എക്സെപ്റ്റ് 452 എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്തു. Now that's it regarding the amendment over here. Now ഈ amendment impact എന്താ, എന്തിനാണ് ഇപ്പോൾ ഈ amendment? ഒന്ന്, 435 of the Principal Act, the words offences under this act by notification, the words and figures offences under this act except under section 452. 452 കമ്പനിയുടെ എംപ്ലോയീസ് റോങ്ഫുള്ളി കമ്പനിയുടെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞ സെക്ഷനായിരുന്നു. നമ്മൾ കമ്പനിയുടെ എംപ്ലോയിന് നമ്മൾ കമ്പനിയുടെ ഒരു ക്വാർട്ടേഴ്സ് താമസിക്കാൻ വേണ്ടി കൊടുത്തു, റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്തു. എന്നിട്ട് അവരെ പീരിയഡ് കഴിഞ്ഞു, അവരെ ടെർമിനേഷൻ്റെ ടൈമായി, റിസൈൻ ചെയ്ത് പോയി. പക്ഷെ അവരിപ്പോഴും ആ ക്വാർട്ടേഴ്സ് വിട്ടു തരുന്നില്ല. കമ്പനിയുടെ പ്രോപ്പർട്ടി വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് എംപ്ലോയി റോങ്ഫുള്ളി. ഇത് പറഞ്ഞ സെക്ഷനാണ് 452. അപ്പോൾ ഇതൊഴികെ ബാക്കിയുള്ള സെക്ഷൻസിന്റെ സ്പീഡി ട്രയലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോർട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നാണ് ഈ സെക്ഷനിൽ പറഞ്ഞത്. വൈ എന്താ അത് മാത്രം എക്സ്ക്ലൂഡ് ചെയ്യാൻ കാരണം ഇതിന് സെപ്പറേറ്റ് നമ്മൾ വേറെ തന്നെ കോഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈ എംപ്ലോയീസ് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വി ഹാവ് ലേബർ കോഡ്സ്, വി ഹാവ് ലേബർ കമ്മീഷണർ. അപ്പം ഇങ്ങനത്തെ ലേബർ ബന്ധപ്പെട്ട കേസസ് ഒക്കെ ലേബർ കോർട്ടിലാണ് ഉണ്ടാവുക. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അത് പ്രകാരം ലേബർ കോർട്ടിലാണ് ഇതിന്റെ ഹിയറിങ്സ് നടക്കുക. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഇവിടുന്ന് എക്സ്ക്ലൂഡ് ചെയ്തു. വി ഹാവ് എ ട്രൈബ്യൂണൽ ഓവർ ദെയർ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞിട്ട്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. അപ്പോൾ അവിടെ ഹിയറിംഗ് നടക്കുക. ഹെൻസ് ആ സെക്ഷൻ എക്സ്ക്ലൂഡ് ചെയ്ത് അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ സെക്ഷൻസിനും വേണ്ടിയിട്ട് സി ജിക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ കോർട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് സ്പെഷ്യൽ കോർട്സ്. ഇനി നമ്മൾ miscellaneous provisions we have 446 ബിയിൽ, പിന്നെ 454 and one more 450. 446 ബി എന്താ പറയുന്നത്? 446 ബിയിൽ പറഞ്ഞിരുന്നത് ചില കമ്പനീസിന്, OPCക്കും സ്മോൾ കമ്പനീസിനും ചില സെക്ഷനിൽ പറഞ്ഞ പണിഷ്മെന്റിന്റെ ഹാഫ് പണിഷ്മെന്റ് ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. കമ്പനീസ് ആക്ടിൽ വേറെവർ ഒരു കമ്പനി സോ ആൻഡ് സോ ഒഫൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത്ര പെനാൽറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 446 ബിയിൽ പറയാണ് OPC സ്മോളും ചെറിയ ചെറിയ കമ്പനീസ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് പെനാൽറ്റി ഹാഫ് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അമെന്റ്മെന്റ് എന്താ? ഇവിടെ ഏതൊക്കെ കമ്പനീസിനായിരുന്നു 446 ബിയിൽ ഇളവ് കൊടുത്തിരുന്നത്, ആ കമ്പനീസ് ഇപ്പോൾ കുറച്ചുകൂടി കാറ്റഗറി കമ്പനീസിന് ആഡ് ചെയ്തു. പണ്ട് OPCക്കും സ്മോൾക്കും മാത്രം എക്സെപ്ഷൻ ഉള്ളായിരുന്നു, ഇപ്പൊ അതിൽ കുറച്ചുകൂടി കാറ്റഗറി കമ്പനീസ് ആഡ് ചെയ്തു. ആൻഡ് ഏതൊക്കെ സെക്ഷൻസിലായിരുന്നു എക്സെപ്ഷൻ കൊടുത്തിരുന്നത് അവിടെ മാറ്റം വരുത്തി. ലെറ്റ്സ് സീ. ആൻഡ് പെനാൽറ്റിയിലും മാറ്റം വന്നു. ലെസർ പെനാൽറ്റീസ് ഫോർ സർട്ടൻ കമ്പനീസ്. ദിസ് സെക്ഷൻ വാസ് ഇൻട്രൊഡ്യൂസ് ഫോർ OPC സ്മോൾ കമ്പനി ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആരൊക്കെ കവർ ചെയ്തു? ഇപ്പോഴും OPC സ്മോളും ഉണ്ട്, അതിന് പുറമെ ഈ ബോൾഡിൽ എഴുതിയൊക്കെ എക്സ്ട്രാ ആണ്. ആരൊക്കെ? സ്റ്റാർട്ടപ്പ് ആരാ? IIT-യിലാണ് സ്റ്റാർട്ടപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർണൽ ട്രേഡ് അവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് സെപ്പറേറ്റ് മിനിസ്ട്രി തന്നെ, ഡിപ്പാർട്ട്മെന്റ് അത് അവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത് സ്റ്റാർട്ടപ്പ് ആരാന്നുള്ളതൊക്കെ. LLP അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടില്ല, ഒരു വർഷം അവരുടെ ടേൺ ഓവർ 100 കോടി എക്സീഡ് ചെയ്യുന്നില്ല, വർക്കിംഗ് ടുവേർഡ്സ് ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ പ്രോസസ് ഓർ സർവീസ്, അല്ലെങ്കിൽ മാസ് എംപ്ലോയ്മെന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ വെൽത്ത് ജനറേഷൻ, ഇങ്ങനെ ചെയ്യുന്ന കമ്പനീസ് ആണ് സ്റ്റാർട്ടപ്പ്. DPIIT പ്രകാരം അവർക്ക് എക്സെപ്ഷൻ കൊടുത്തു. പ്രൊഡ്യൂസർ കമ്പനി കമ്പനീസ് ആയിട്ട് തന്നെ പറയുന്നത്, പക്ഷേ നമുക്ക് സിലബസിലില്ല. പിന്നെ ഈ പറഞ്ഞ കമ്പനീസിനൊക്കെ ഓഫീസർ ഡിഫോൾട്ട് ഇത് ആദ്യം ഉണ്ടായിരുന്നേ, പക്ഷെ ആദ്യം OPCന്റെയും സ്മോളിന്റെയും മാത്രം. എനി അതർ പേഴ്സൺ റെസ്പെക്ട് ഓഫ് സച്ച് കമ്പനി, ഇവർക്കൊക്കെ പണിഷ്മെന്റ് വേറെവർ ആക്ടില് ഈ 3 സെക്ഷൻസിൽ, അതായത് 92 വിച്ച് ടോക്സ് അബൌട്ട് ആനുവൽ റിട്ടേൺ, കമ്പനി എല്ലാ വർഷവും ROCക്ക് ഫയൽ ചെയ്യേണ്ട റിട്ടേൺ, MGT 7 ഇതിപ്പോ OPCക്കും സ്മോൾക്കും റീസെന്റ് അമെന്റ്മെന്റ് വന്നിട്ട് MGT 7A വേറെ ഫോമാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. ബാക്കിയുള്ള എല്ലാ കമ്പനീസിനും MGT 7. സെക്ഷൻ 117 നമ്മൾ MGT 14 ഫയൽ ചെയ്യണം ROCക്ക് വിത്തിൻ 30 days. ആനുവൽ റിട്ടേൺ നമ്മൾ ROCക്ക് വിത്തിൻ 60 days സബ്മിറ്റ് ചെയ്യും. മീറ്റിംഗ് കഴിഞ്ഞാൽ വിത്തിൻ 60 days സബ്മിറ്റ് ചെയ്യും. MGT 14 കമ്പനി സെക്ഷൻ 117 പ്രകാരം സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യുനാനിമസ് റെസൊല്യൂഷൻ പാസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് മീറ്റിംഗിൽ എന്ത് റെസൊല്യൂഷൻ പാസ് ചെയ്താലും, ബോർഡ് മീറ്റിംഗിൽ MDനെ അപ്പോയിന്റ് ചെയ്താൽ, വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി,
ഇങ്ങനത്തെയൊക്കെ കേസസിൽ അല്ലെങ്കിൽ 179 സബ്സെക്ഷൻ 3യിൽ ബോർഡിന്റെ പവേഴ്സ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ROCക്ക് MGT 14 സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സെക്ഷനിൽ 117 അതിന്റെ പണിഷ്മെന്റ്. സോ 92യുടെ പണിഷ്മെന്റ്, 117ന്റെ പണിഷ്മെന്റ്, 137 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് AOC4 മീറ്റിംഗ് കഴിഞ്ഞാൽ വിത്തിൻ 30 days. അപ്പോൾ ആനുവൽ റിട്ടേൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാ വർഷവും നമ്മുടെ കമ്പനി ROCക്ക് ഫയൽ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ്. ഇതിന് പുറമെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ, യുനാനിമസ് റെസൊല്യൂഷൻ പാസ് ചെയ്താൽ അങ്ങനത്തെയൊക്കെ കേസസിൽ MGT 14 ഈ സെക്ഷൻസിൽ പറഞ്ഞിരുന്ന പണിഷ്മെന്റിന്റെ ഹാഫേ OPCക്കും സ്മോളിനും ആപ്ലിക്കബിൾ ആവുള്ളൂ എന്നായിരുന്നു ആദ്യം ഇവിടെ മെൻഷൻ ചെയ്തിരുന്നത്. ഇപ്പോ കമ്പനീസിന്റെ ലിസ്റ്റ് കൂട്ടി ആൻഡ് എനി സെക്ഷൻ ഓഫ് ദിസ് ആക്ടിനാക്കി. ഈ പറഞ്ഞ 3 സെക്ഷൻസിന് മാത്രമല്ല, ഈ കമ്പനീസ് ആക്ടിലെ ഏത് സെക്ഷന്റെ കോൺട്രാവെൻഷനും ഈ പറഞ്ഞ എല്ലാ കമ്പനീസിനും ഇനി മുതൽ ഹാഫ് പെനാൽറ്റി ഉണ്ടാവുള്ളൂ. ആൻഡ് പെനാൽറ്റിയിൽ ഇപ്പോൾ ഒരു മാക്സിമം ലിമിറ്റും വെച്ചു. പണ്ട് മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ക്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഡയറക്ട്ലി വാട്ട് എവർ പെനാൽറ്റി വാസ് മെൻഷൻഡ് ഓവർ ദർ, അതിന്റെ ഹാഫ്. ഇപ്പൊ ഹാഫിന് തന്നെ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. മാക്സിമം കമ്പനിക്ക് 2 lakh, ഓഫീസർ ഡിഫോൾട്ടിന് 1 lakh, വിച്ച് മീൻസ് ഏതെങ്കിലും ഒരു സെക്ഷനിലെ പെനാൽറ്റിന്റെ ഹാഫ് കൂട്ടിയിട്ട് അത് ഇതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും ആ കൂടുതലുള്ളത് ആപ്ലിക്കബിൾ ആവില്ല. കമ്പനിക്ക് 2 lakh, ഓഫീസർ ഡിഫോൾട്ട് 1 lakh. That is 446B, lesser penalties for certain companies. Then section 450 again miscellaneous provisions. കമ്പനീസ് ആക്ടിൽ ഏതെങ്കിലും സെക്ഷനിൽ പണിഷ്മെന്റ് പറയാതെ പോയ, പെനാൽറ്റി പറയാതെ പോയ സെക്ഷൻ ഉണ്ടെങ്കിൽ അവർക്കുള്ള പണിഷ്മെന്റ് പറഞ്ഞ സെക്ഷനാണ് 450. അവിടെ പറയുന്നത് പണിഷ്മെന്റ് വേർ നോ സ്പെസിഫിക് പെനാൽറ്റി ഓർ പണിഷ്മെന്റ് ഇസ് പ്രൊവൈഡഡ്. അവിടെ കമ്പനിക്ക് 10,000. വാട്ട് വാസ് ദി ഏർലിയർ പെനാൽറ്റി? ഏർലിയർ പെനാൽറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. കമ്പനിക്ക് 10,000 plus 1,000 per day, maximum 2 lakh. I think maximum gap വെച്ചു. That is the change over here. Punishable with fine 10,000 where contravention is continuing, 1,000 per day. The words liable for a penalty of 10,000, 1,000 per day. Subject to yes. Maximum penalty വെച്ചു. അതായത് 10,000 1,000 per day എന്നുള്ളതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം ലിമിറ്റും വെച്ചു. പണ്ട് അതങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെ പോവാ. ഇപ്പോൾ മാക്സിമം കമ്പനിക്ക് 2 lakh, ഓഫീസറിന് 50,000. അപ്പോൾ കമ്പനീസ് ആക്ടിൽ വേറെ എവിടെയും പണിഷ്മെന്റ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യാത്ത സെക്ഷന്റെ പണിഷ്മെന്റ് 450. adjudication of penalty. 454 അതിനിടയിൽ നമ്മൾ മേലെ സെക്ഷൻ 450 ഡിസ്കസ് ചെയ്യാൻ മേലത്തെ ഒരു പേജിൽ പോയ പേജ് നമ്പർ 4 നമ്മൾ സെക്ഷന്റെ ഓർഡറിൽ, ചാപ്റ്റർ ഓർഡറിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് നൗ 454 adjudication of penalties. ഇവിടെ പറയുന്നത് വെച്ചാൽ കമ്പനി ആനുവൽ റിട്ടേണിന്റെ ഫയലിംഗിന്റെ ഡിഫോൾട്ട് വരുത്തിയാൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫയലിംഗിന്റെ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഡയറക്ട്ലി പണിഷ്മെന്റ് ആപ്ലിക്കബിൾ ആവും. ഇപ്പോ ഒരു അമെൻമെന്റ് വരുത്തിയിട്ട് പറയാണ്, 454 സബ്സെക്ഷൻ 3 ഒരു പ്രൊവിസോ ആഡ് ചെയ്തു, ഒരു എക്സെപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ആദ്യം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ദി അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ മേ ബൈ ആൻ ഓർഡർ, അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ refers to ROC, impose the penalty on the company, officer in default or any person as the case may be, stating therein any non-compliance or default of the relevant provisions of the act. Relevant provisions ഏതൊക്കെ? 92 137. ഈ സെക്ഷന്റെ കോൺട്രാവെൻഷന് കമ്പനിയുടെ മേത്തും ഓഫീസറിന്റെ ഡിഫോൾട്ടിന്റെ മേത്തും അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ROCക്ക് പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡയറക്ട് ദ കമ്പനി ഓർ ഓഫീസർ ഇൻ ഡിഫോൾട്ട് ടു റെക്ടിഫൈ ദ ഡിഫോൾട്ട്. നിങ്ങൾ വരുത്തിയ ഡിഫോൾട്ട് റെക്ടിഫൈ ചെയ്യാനുള്ള ഓർഡർ പാസ് ചെയ്യാനും പറ്റും. ഇത്രയായിരുന്നു പറഞ്ഞിരുന്നത്. ഡയറക്ട്ലി പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യും. ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫയലിംഗ് ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ, ആനുവൽ റിട്ടേണിന്റെ ഫയലിംഗ് ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യുന്നതെന്ന്. ഇപ്പോ അമെൻമെന്റ് വരുത്തിയിട്ട് ഒരു എക്സെപ്ഷൻ ആഡ് ചെയ്തു, ഒരു പ്രൊവിസോ ആഡ് ചെയ്തിട്ട് പറയാണ്, നമ്മൾ അങ്ങനെ ഡയറക്ട്ലി പണിഷ്മെന്റ് ഒന്നും ഇമ്പോസ് ചെയ്യൂല. നിങ്ങൾ ആ ഡിഫോൾട്ട് റെക്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടാവില്ല. ഓർ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ROC നിങ്ങൾക്ക് ഒരു ഓർഡർ പാസ് ചെയ്ത് അതിന്റെ വിത്തിൻ 30 days നിങ്ങൾ ഈ ഡിഫോൾട്ട് റെക്ടിഫൈ ചെയ്താലും നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ലൈക്ക് ഇറ്റ് ഇസ് എ ഗുഡ് അമെൻമെന്റ്.
ഒരു ചാൻസ് തരാണ് കമ്പനിക്ക്. ഇപ്പോൾ ഡയറക്ട്ലി കോൺട്രാവെൻഷൻ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യുന്നതിന് പകരം കമ്പനിക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യാണ്. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് റിലേറ്റ്സ് ടു നോൺ കംപ്ലയൻസ് ഓഫ് സെക്ഷൻ 92 or 137 and such default has been rectified either prior to or within 30 days of issue of notice by the adjudicating officer. Adjudicating officer notice ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ റെക്ടിഫൈ ചെയ്തു, അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് വിത്തിൻ 30 days നിങ്ങൾ റെക്ടിഫൈ ചെയ്തു. നോ പെനാൽറ്റി ഷാൽ ബി ഇമ്പോസ് ഇൻ ദിസ് റിഗാർഡ് ആൻഡ് ഓൾ പ്രൊസീഡിംഗ്സ് അണ്ടർ ദിസ് സെക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് ഡിഫോൾട്ട് ഷാൽ ബി ഡീം ടു ബി കൺക്ലൂഡഡ്. നിങ്ങൾക്ക് അഗേൻസ്റ്റ് എന്തെങ്കിലും പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നോട്ടീസ് അയക്കുന്നതിന് മുന്നേ നിങ്ങൾ ഫയൽ ചെയ്തു, അല്ലെങ്കിൽ നോട്ടീസ് അയച്ച വിത്തിൻ 30 days നിങ്ങൾ ഈ ഡിഫോൾട്ട് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗേൻസ്റ്റ് ഉള്ള പ്രൊസീഡിങ്സ് ഒക്കെ ഷാൽ ബി ഡീം ടു ബി കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഗേൻസ്റ്റ് പ്രൊസീഡിങ്സ് എല്ലാം തീർന്നു, ഇനി പ്രൊസീഡിങ്സ് ഒന്നും ഉണ്ടാവില്ല. That is 454. ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, നമ്മൾ കമ്പനീസ് ആക്ടിലെ ലാസ്റ്റത്തെ അമെൻമെന്റ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിലാണ്. ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ സെക്ഷൻ 149 സബ്സെക്ഷൻ 4 സബ്സെക്ഷൻ 6ലാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ മെയിൻ പ്രൊവിഷൻസ് ഒക്കെ പറയുന്നത്, ആപ്ലിക്കബിലിറ്റിയും പിന്നെ ആർക്ക് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ പറ്റൂല എന്നുള്ള കാര്യങ്ങളൊക്കെ. ബട്ട് അമെൻമെന്റ് ഇപ്പോൾ എവിടേക്ക് വന്ന്, ഒന്ന് 149 അമെൻമെന്റ് വന്നു, പിന്നെ 197 മാനേജറിയൽ റെമ്യൂണറേഷന്റെ സെക്ഷൻ 197 അമെൻമെന്റ് വന്നു, ഷെഡ്യൂൾ 5 അമെൻമെന്റ് വന്നു. ഇൻസഫിഷ്യന്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണെങ്കിലും മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഷെഡ്യൂളിൽ അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ കാൽക്കുലേഷൻ ഒക്കെ പറഞ്ഞ ഷെഡ്യൂൾ. അതേപോലെ റൂൾസിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ എക്സാം ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻസും ആർക്ക് എക്സാം എഴുതണ്ട എന്നുള്ള എക്സെപ്ഷൻസും അവിടെ കുറച്ച് അമെൻമെന്റ്. ലെറ്റ്സ് സീ വൺ ബൈ വൺ. 149 അമെൻമെന്റ് എന്താ? 149 സബ്സെക്ഷൻ 9 എന്തൊക്കെ റെമ്യൂണറേഷൻ എൻടൈറ്റിൽഡ് ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നുള്ള പ്രൊവിഷൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറയണം, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി അതർ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ബോർഡിലുള്ളതാണ് അമെൻമെന്റ് കേട്ടോ, പക്ഷെ ആദ്യം മേലെ വായിക്കണ ഫുൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തരാൻ വേണ്ടി വായിക്കുകയാണ്. ബട്ട് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് 197, 198, 197 മാനേജറൽ റെമ്യൂണറേഷന്റെ സെക്ഷന്, 198 പ്രോഫിറ്റ് കാൽക്കുലേഷന്, an independent director shall not be entitled to any stock option and may receive remuneration by way of fees under 197 subsection 5. The meeting attend ചെയ്യാനുള്ള sitting fees, reimbursement of expenses for participation in the board and other meetings, meeting attend ചെയ്യാൻ നിങ്ങൾ ഇൻകർ ചെയ്ത എക്സ്പെൻസിന്റെ റീഎംബേഴ്സ്മെന്റ്, പ്രോഫിറ്റ് റിലേറ്റഡ് കമ്മീഷൻ, ഇത്രയും കാര്യങ്ങൾക്കാണ് നിങ്ങൾ എൻടൈറ്റിൽഡ്, യു മേ റിസീവ്. പിന്നെ അവിടെ ഒരു പ്രൊവിസോ പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് എ കമ്പനി ഹാസ് നോ പ്രോഫിറ്റ്സ് ഓർ ഇറ്റ്സ് പ്രോഫിറ്റ്സ് ആർ ഇൻഅഡിക്വേറ്റ്, an independent director may receive remuneration exclusive of any fees specified under 197 subsection 5. എക്സെപ്ഷൻ പറയാം, ഇപ്പോൾ പ്രൊവിസോ പറയണം, ഇതാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. അതായത് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ, പണ്ട് നമ്മൾ മാനേജറൽ റെമ്യൂണറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ വി ഹാഡ് സീൻ ദാറ്റ് മാനേജറിയൽ പേഴ്സണൽസിന്, അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന് മാത്രമേ കമ്പനിയിൽ ലോസ് ആണെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രൊവിഷനൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനും കൊടുക്കാൻ പറ്റും എന്നുള്ള പ്രൊവിഷനാണ് ആഡ് ചെയ്തത്. അപ്പോൾ അതിന്റെ റിലേറ്റഡ് അമെൻമെന്റ്സ് ആണ് 149 ഇതൊരു പ്രൊവിസോ ആഡ് ചെയ്ത് കമ്പനിക്ക് നോ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ്സ് ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന് റെമ്യൂണറേഷൻ കിട്ടാൻ പറ്റും, സിറ്റിംഗ് ഫീസിന് പുറമെ എക്സ്ക്ലൂസീവ്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾ 5 പറഞ്ഞ ലിമിറ്റ് വരെയുള്ള റെമ്യൂണറേഷൻ കിട്ടും എന്ന് ഒരു പ്രൊവിസോ 149 സബ്സെക്ഷൻ 9 അണ്ടറിൽ ആഡ് ചെയ്തു. In subsection 9, the following proviso shall be inserted, provided that if a company has no profits or inadequate profits, independent director may receive remuneration exclusive of 179 subsection 5, then the sitting fees, in accordance with provisions of schedule 5. Schedule 5 prakaram. Now similar impact and amendment thaneyanu 197 lum vannathu. 197 was talking about managerial remuneration. This is 197. Notwithstanding anything contained in subsection 1 and 2, അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിന്റെ കേസിലുള്ള കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മാക്സിമം എത്ര വരെ കൊടുക്കാൻ പറ്റും മാനേജർ റെമ്യൂണറേഷൻ, 11%, 10% എന്നൊക്കെ. ബട്ട് സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഷെഡ്യൂൾ 5, if in any financial year a company has no profits or inadequate profits, the company shall not pay its directors, including managing or whole-time director or manager, by way of remuneration. ഇത്ര ആദ്യമുള്ളായിരുന്നു കേട്ടോ.
ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യണമൊക്കെ എക്സ്ട്രാ വന്നതാണ്. റെമ്യൂണറേഷൻ എനി സം എക്സ്ക്ലൂസീവ് ഓഫ് ഫീസ് അണ്ടർ സബ്സെക്ഷൻ 5, അതായത് സിറ്റിംഗ് ഫീസ് കൂട്ടാതെ തന്നെ നിങ്ങൾക്ക് മാക്സിമം കമ്പനിയിൽ ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നോ പ്രോഫിറ്റ്സ് ആണെങ്കിൽ, ലോസ് ആണെങ്കിൽ മാക്സിമം എത്ര റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റും, ആർക്ക്, മാനേജിങ് ഫുൾ ടൈം ഡയറക്ടർ, മാനേജർ, ഇവർക്ക് എത്ര കൊടുക്കാൻ പറ്റും എന്നായിരുന്നു ഇവിടെ മെൻഷൻ ചെയ്തിരുന്നത് ആസ് പെർ ഷെഡ്യൂൾ 5 എന്നൊക്കെ. അവിടെ ഇപ്പോൾ വേർഡ്സ് ആഡ് ചെയ്തു, ഓർ എനി അതർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻക്ലൂഡിംഗ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നുള്ള വേർഡ് ആഡ് ചെയ്തു. ദാറ്റ് ഇസ് ദി അമെൻമെന്റ്, വിച്ച് മീൻസ് ദിസ് ഇസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് ലോസ് മേക്കിംഗ് കമ്പനി അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ആണെങ്കിലും ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റും, മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കാം. ഇനി എത്ര കൊടുക്കാം? ഷെഡ്യൂൾ 5 അമെൻമെന്റ് വന്നിട്ട് ഒരു സെപ്പറേറ്റ് കോളായിട്ട് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനെ ആഡ് ചെയ്തു. ഇഫ് യു റിമെമ്പർ ഷെഡ്യൂൾ 5 നമുക്ക് ലോസ് മേക്കിംഗ് കമ്പനിക്ക് എഫക്റ്റീവ് ക്യാപിറ്റലിന്റെ ബേസിസിൽ നമ്മൾ ഓരോ സ്ലാബ് ഉണ്ടായിരുന്നു. നെഗറ്റീവ് ലെസ് ദാൻ 5 crore ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 lakh, 5 crore ആൻഡ് അബവ് ബട്ട് ലെസ് ദാൻ 100 crore ആണെങ്കിൽ 84 lakh, 250 crore വരികയാണെങ്കിൽ 120 lakh, അബവ് 250 ആണെങ്കിൽ 120 lakhs പ്ലസ് 0.01% ഓഫ് ദി എക്സസ്. ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ തേർഡ് പാർട്ട് ഇത് ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും കേസിൽ പുതിയതായിട്ട് ആഡ് ചെയ്തു. Let's see. Schedule 5. After the words managerial person or persons, the words other directors or directors shall be inserted. Schedule 5 managerial person or persons എന്നുള്ള വേർഡിന് ശേഷം other director or directors എന്നുള്ള വേർഡ് ആഡ് ചെയ്യും. ഈ other directors പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെടുക? ഇതിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സും ആണ് പെടുക. അത് സബ്സിക്വൻ്റ്ലി എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. അതർ ഡയറക്ടേഴ്സ് for the purpose of section 1, 2 and 3 the term other director shall mean നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓർ ആൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. അത് എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേർഡ് അവിടെ ആഡ് ചെയ്തു. പിന്നെ ടേബിളിൽ ഈ പുതിയ കോൾ ആഡ് ചെയ്തു. ലിമിറ്റ് ഓഫ് ഇയർലി റെമ്യൂണറേഷൻ പേയബിൾ ഷാൽ നോട്ട് എക്സീഡ് ഇൻ കേസ് ഓഫ് അതർ ഡയറക്ടേഴ്സ്. അപ്പോൾ നമ്മൾ നോർമൽ മാനേജറൽ പേഴ്സണിലുള്ള ലിമിറ്റ് ഇങ്ങനെ അതർ ഡയറക്ടേഴ്സ്, അതായത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്, ഇപ്പോൾ പുതിയ ആഡ് ചെയ്ത ലിമിറ്റ് അവർക്കും ഇനി മുതൽ ലോസ് ആണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ലിമിറ്റ് ഓർത്ത് വെക്കാൻ എന്താ ചെയ്യുക? ഒന്നുമില്ല, ആദ്യം തന്ന ലിമിറ്റിന്റെ എല്ലാം ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ ഇപ്പോഴത്തെ ലിമിറ്റ് കിട്ടും. 60 ഡിവൈഡഡ് ബൈ 5 12 lakh വരെ കൊടുക്കാം. ആർക്ക്? നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്, ഇൻഡിപെൻഡന്റ് ഡയറക്ടറിനും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനും. 84 ഡിവൈഡഡ് ബൈ 5 നിങ്ങൾക്ക് കറക്റ്റ് 17 കിട്ടൂല. 84 ഡിവൈഡഡ് ബൈ 5 5 1 5 5 7 35. അപ്പോൾ 16 point something whatever അറൗണ്ട് ചെയ്തിട്ട് 17 lakh. 120 ഡിവൈഡഡ് ബൈ 5 24. അപ്പോൾ 24 പ്ലസ് 0.01 ഓഫ് എഫക്റ്റീവ് ക്യാപിറ്റൽ ഇൻ എക്സസ് ഓഫ് 250 crore. അങ്ങനെ പുതിയൊരു ലിമിറ്റും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ കേസിൽ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഷെഡ്യൂൾ 5 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 149 അമെൻമെന്റ്, 197 അമെൻമെന്റ്, ഷെഡ്യൂൾ 5 അമെൻമെന്റ്, ഇതെല്ലാം കമ്പൈൻഡ് ഒറ്റ ടോപ്പിക്കിന്റെ അമെൻമെന്റ് ആണ്. നോ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനും റെമ്യൂണറേഷൻ കൊടുക്കാം എന്നുള്ളതാണ് ഈ അമെൻമെന്റ്. പിന്നെ then what happened was റൂൾസിൽ കുറച്ച് അമെൻമെന്റ്സ്. റൂൾസ് ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സിന്റെ ഡാറ്റാ ബാങ്ക് ഉണ്ടാവും എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ഈ ഡാറ്റാ ബാങ്കിൽ നിങ്ങളെ പേര് ചേർക്കണം. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിങ്ങൾ പേര് ചേർക്കണം. പേര് ചേർത്ത് കഴിഞ്ഞാൽ വിതിൻ 2 years നിങ്ങൾ ഒരു എക്സാം കൊടുക്കണം. ഓപ്സാറ്റ്, ഓൺലൈൻ പ്രൊഫിഷ്യൻസി സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്. ഓപ്സാറ്റ്, വേർ ഇസ് ഇറ്റ്? അതുമായി ബന്ധപ്പെട്ട കുറച്ച് അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ, നോക്കാം. Compliance required by a person eligible and willing to be appointed as independent director. Every individual who has been appointed as an independent director on the date of commencement shall within 13 months of such commencement, ഈ റൂൾസ് വന്നതിന് ശേഷം within 13 months, ട്രാൻസിഷണൽ പ്രൊവിഷൻ പോലെയാണ്, നമുക്ക് ആവശ്യമുള്ളത് അതല്ല. Every individual who intends to be appointed as independent director after the commencement, റൂൾസ് വന്നതിന് ശേഷം, shall before such appointment എന്ത് ചെയ്യണം? അപ്ലൈ ഓൺലൈൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഇൻക്ലൂഷൻ ഓഫ് ഹിസ് നെയിം ഇൻ ദ ഡാറ്റാ ബാങ്ക്. ഡാറ്റാ ബാങ്കിൽ ചേർക്കാൻ അപ്ലൈ ചെയ്യണം.
ഫോർ എ പീരിയഡ് ഓഫ്, നിങ്ങൾക്ക് ഡാറ്റാ ബാങ്കിൽ എങ്ങനെയൊക്കെ പേര് ചേർക്കാൻ പറ്റും, 1 ഇയറിന്, 5 ഇയറിന്, ലൈഫ് ടൈമിന് ചേർക്കാൻ പറ്റും. ഡിപ്പെൻഡിങ് അപ്പോൺ അതിനനുസരിച്ചുള്ള ഫീസ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് 1 ഇയറിന് ചേർക്കാം, 5 ഇയേഴ്സിന് ചേർക്കാം, ലൈഫ് ടൈമിന് ചേർക്കാം. 1 ഇയർ 5 ഇയർ ഒക്കെ ആണെങ്കിൽ പിന്നെ ആ പീരീഡ് കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സ് നിങ്ങൾ പിന്നെ വീണ്ടും പുതുക്കേണ്ടി വരും, ഫീസൊക്കെ അടച്ചിട്ട് പുതുക്കേണ്ടി വരും. ഇതൊന്നും അമെൻമെന്റ് അല്ല കേട്ടോ, ഇതൊക്കെ ആദ്യമുള്ള പ്രൊവിഷൻസ് ആണ്. Till he continues to hold the office of independent director, provided that an individual, including an individual not having DIN ഇല്ലാത്ത ആൾക്കാർക്കും വോളണ്ടറിലി വേണമെങ്കിൽ ഡാറ്റാ ബാങ്കിൽ പേര് ചേർക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്ടർ ആവണമെങ്കിൽ പിന്നെ DIN എടുക്കേണ്ടി വരും. അപ്പോൾ പേര് ചേർക്കാൻ DINന്റെ ആവശ്യമൊന്നുമില്ല. Every individual whose name has been so included in the data bank shall file an application for renewal for a further period of 1 year, 5 year or lifetime within 30 days from the date of expiry. അപ്പോൾ നിങ്ങൾ 1 ഇയറിനാണ് എടുത്തുന്നുണ്ടെങ്കിൽ 1 ഇയർ കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സ് നിങ്ങളെ പേര് എന്ത് ചെയ്യുക, ഡാറ്റാ ബാങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫെയിലിംഗ് വിച്ച് ദ നെയിം ഓഫ് സച്ച് ഇൻഡിവിജ്വൽ ഷാൽ ബി റിമൂവ്ഡ്. Provided that no application for renewal shall be filed by an individual who has paid lifetime fees for inclusive. നിങ്ങൾ ലൈഫ് ടൈമിനാണ് കൊടുത്തുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ റിന്യൂവലിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കമോൺ, കോമൺ സെൻസ്. പിന്നെ എവറി ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഷാൽ സബ്മിറ്റ് എ ഡിക്ലറേഷൻ. Every individual whose name is so included in the data bank shall pass, ഇതാണ് സാധനം, ഓൺലൈൻ പ്രൊഫിഷ്യൻസി സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്. ഇത് പാസ്സാവണം. കണ്ടക്ട് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് വിതിൻ 2 years. നിങ്ങളെ പേര് ഡാറ്റാ ബാങ്കിൽ ചേർത്ത് 2 വർഷത്തിൽ നിങ്ങൾ എക്സാം പാസ്സാവണം. ഓൺലൈൻ എക്സാം ആണ്, ആസ് എ നെയിം ഇറ്റ്സെൽഫ് സജസ്റ്റ്. അതും സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് കറക്ഷനോ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ തന്നെ അസസ് ചെയ്യുക നിങ്ങളത്. അപ്പോൾ അവിടെയുള്ള അമെൻമെന്റ് അതൊന്നും പുതിയതല്ല, അതൊക്കെ ആദ്യമുള്ളതാണ്. ഇവിടെ ഉള്ള അമെൻമെന്റ്സ് ആർക്കൊക്കെ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊന്നും എക്സാം എഴുതേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. ഓൾറെഡി 10 വർഷമായിട്ട് കുറച്ച് ലാർജ് കമ്പനീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ കമ്പനീസിലൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരാൾ പിന്നെ വീണ്ടും എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല എന്നുള്ളത് അത് കുറച്ച് ലിബറൽ ആക്കി ആ 10 നിന്ന് മാറ്റിയിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആക്കി. Provided that an individual shall not be required to pass online proficiency self-assessment test when he has served for a total period of not less than 3 years as on the date of inclusion of his name in the data bank. നിങ്ങളെ പേര് ഡാറ്റാ ബാങ്കിൽ ചേർക്കുന്ന ദിവസം നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇവിടെ ആദ്യം 10 വർഷത്തെ റിക്വയർമെന്റ് ആയിരുന്നു, അത് പോയി, ഇപ്പോൾ 3 വർഷമാക്കി. ഇതാണ് അമെൻമെന്റ്. അപ്പോൾ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആസ് വാട്ട്, യു ആർ ഹാവിംഗ് 3 years എക്സ്പീരിയൻസ് ആസ് ഡയറക്ടർ ഓർ KMP എന്നിട്ട് ചില ലാർജ് കമ്പനീസ് പറയുന്നുണ്ട്. പിന്നെ ഡയറക്ടർ, ഇത് ഇവിടെ പറയുന്ന കമ്പനിയുടെ ഡയറക്ടർ അല്ല, ഇവിടെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനാണ് റെഫർ ചെയ്യുന്നത്. MCAയുടെ ഡയറക്ടർ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസിലെ ഡയറക്ടർ, അങ്ങനെ നോക്കാം വൺ ബൈ വൺ. യു ഹാവ് 3 years എക്സ്പീരിയൻസ് വാട്ട് ആസ് എ ഡയറക്ടർ ഓർ KMP ആസ് ഓൺ ദ റേറ്റ് ഓഫ് ഇൻക്ലൂഷൻ ഓഫ് നെയിം ഇൻ ദ ഡാറ്റാ ബാങ്ക്. ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി 10 കോടി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഉള്ള അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. ബോഡി കോർപ്പറേറ്റ് ലിസ്റ്റഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ എ കൺട്രി, അതായത് ഫോറിൻ കൺട്രിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്താണ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് വിച്ച് കുറച്ച് റിക്വയർമെന്റ് പറയുന്നുണ്ട്. ആ കൺട്രി ഒന്നെങ്കിൽ മെമ്പർ സ്റ്റേറ്റ് ആണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ. വാട്ട് ഇസ് ദിസ്? നമുക്ക് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അതായത് മണി ലോണ്ടറിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രീസ് തമ്മിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൺട്രീസ് മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള മെമ്പർ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള എഗ്രിമെന്റ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതിൽ മെമ്പർ ആയിട്ടുള്ള ഒരു കൺട്രിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റിൽ ഡയറക്ടർ ആയിരുന്നു നിങ്ങൾ. ഓൺ മണി ലോണ്ടറിങ് ആൻഡ് റെഗുലേറ്റർ ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ സച്ച് മെമ്പർ സ്റ്റേറ്റ്. ഈ മെമ്പർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീനാണ്. അപ്പൊ ഫോറിൻ കൺട്രിയിലെ റെഗുലേറ്റർ ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, നമ്മളെ കൺട്രിയിലെ സെബി ഉള്ള പോലെ അവിടുത്തെ റെഗുലേറ്റർ ഈസ് എ മെമ്പർ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷൻ, നമ്മളെ സെബി ഇതിലൊരു മെമ്പറാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് കമ്മീഷനിൽ മെമ്പർ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി റെഗുലേറ്ററിന്റെ അണ്ടറിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി, ഫോറിൻ കൺട്രിയിലുള്ള അങ്ങനത്തെ ഒരു കമ്പനിയുടെ ഡയറക്ടർ. ഈ ടെററിസം
മണി ലോണ്ടറിങ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഈ എൻറ്റിറ്റീസിൻ്റെയൊക്കെ, ഈ ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ. അപ്പം അങ്ങനെ ഓർഗനൈസേഷൻസിൻ്റെ മെമ്പർ ആയിട്ടുള്ളൊരു കൺട്രി, അവിടുത്തെ ഒരു കമ്പനിയിൽ നിങ്ങൾ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര? 3 വർഷം. പിന്നെ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ഹാവിംഗ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ $2 million or more US. നമ്മളെ ഇന്ത്യയിലുള്ള പബ്ലിക് കമ്പനീസിന്റെ കേസിൽ 10 കോടി എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനീസിന്റെ കേസിൽ $2 million പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനത്തെ ഒരു കമ്പനിയിൽ ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് പിന്നെ ഒബ്സാറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, നമ്മൾ പാർലമെന്റ് സെറ്റ് ചെയ്ത അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഇവരൊക്കെ സെറ്റ് ചെയ്ത കോർപ്പറേഷൻസ്, ഇങ്ങനത്തെ എൻറ്റിറ്റീസിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒബ്സാറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല, എക്സെപ്ഷൻ കൊടുക്കുകയാണ്. പിന്നെ 2 ആൾക്കാർ കൂടി, നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടർ ഒന്നുമല്ല, യു ആർ എ ഡയറക്ടർ ഓഫ് MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് പബ്ലിക് എന്റർപ്രൈസ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കോർപ്പറേറ്റ് ലോ, സെക്യൂരിറ്റി ലോ, എക്കണോമിക് ലോ, ഈ ഏരിയസിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഓർ ഇൻ ദ പേ സ്കെയിൽ ഓഫ് ചീഫ് ജനറൽ മാനേജർ, എവിടെയൊക്കെ? സെബി, RBI, ഇവിടെയൊക്കെ ചീഫ് ജനറൽ മാനേജർ എന്നുള്ള പേ സ്കെയിലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾക്കും ഒബ്സാറ്റ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആവാൻ. ഓർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി RBI കഴിഞ്ഞിട്ട് ഓർ IRDA. അപ്പോൾ സെബി, RBI, IRDA, Pension Fund Regulatory and Development Authority, having experience in handling matters of corporate law, securities law, economic laws. ഇവിടെയൊക്കെ ചീഫ് ജനറൽ മാനേജർ എന്നുള്ള പേ സ്കെയിലിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ലോ, സെക്യൂരിറ്റി ലോ, എക്കണോമിക് ലോ ഒക്കെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും ഈ എക്സാം കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സാം എന്നുള്ള എക്സെപ്ഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത്. ആദ്യം 10 വർഷം എന്നാ പറഞ്ഞത്, ഇപ്പൊ അത് 3 വർഷമാക്കി. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ പറയണം, പ്രൊവൈഡഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ദ പീരിയഡ് ഓഫ് 3 years. മേലെ പറഞ്ഞ 3 വർഷത്തിലെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, any period during which the individual was acting as a director or KMP in 2 or more companies or body corporate or statutory corporation at the same time shall not be counted, shall be counted only once. More than once simultaneously നിങ്ങൾ at a time നിങ്ങൾ ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ നിങ്ങൾ ഡയറക്ടർ ആണ്, and at the same time in an unlisted company having paid up share capital minimum 10 കോടി. ഇത് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി കമ്പനി. അപ്പോൾ ഇവിടെ നിങ്ങൾ 1.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും നിങ്ങൾ 1.5 വർഷം സൈമിൾട്ടേനിയസ്ലി ഒരേ സമയം ഞാനൊരു ലിസ്റ്റഡ് കമ്പനിയുടെ ഡയറക്ടറാണ്, ഞാൻ വേറൊരു അൺലിസ്റ്റഡ് കമ്പനി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടി അവിടെയും ഡയറക്ടറാണ്. അപ്പോൾ 2 കമ്പനീസിൽ സൈമിൾട്ടേനിയസ്ലി 1.5 വർഷം. 1.5 വർഷമേ ആയിട്ടുള്ളൂ, പക്ഷെ 1.5 വർഷം ഇൻറ്റു 2 അപ്പോൾ 3 ആയില്ലേ? അപ്പോൾ ഞാൻ എക്സെപ്റ്റഡ് അല്ലേ? അല്ല, നിങ്ങൾ എക്സെപ്റ്റഡ് ആവില്ല. ഒരു 2 ലിസ്റ്റഡ് കമ്പനി അല്ലെങ്കിൽ 3 ലിസ്റ്റഡ് കമ്പനിയിൽ ഞാൻ 1 വർഷം ഡയറക്ടറായിട്ട് നിന്നു സൈമിൾട്ടേനിയസ്ലി. ഞാൻ 3 കമ്പനീസിൽ അറ്റ് ദ സെയിം ടൈം ഡയറക്ടറാണ്. അപ്പോൾ 3 × 1 3 വർഷം. ഇല്ല, അങ്ങനെ കൂട്ടൂല എന്നാണ് ഇവിടെ പറയുന്നത്. Provided further that for the purpose of calculation of the period of 3 years, any period during which an individual was acting as a director or KMP in 2 or more companies, body corporate, statutory corporation at the same time shall be counted only once. അത് ഒന്നായിട്ടേ കൗണ്ട് ചെയ്യുള്ളൂ. പിന്നെ മേലെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. That's it. This is all regarding the amendments in company law. ഇതിന്റെ നോട്ട്സ് ആസ് ഓഫ് നൗ I haven't made any notes with me. ഞാൻ ഈ ഇവിടെ ഉള്ള ഈ പോയിന്റ്സ് ഞാൻ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ my number over here. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. ആൻഡ് ഇഫ് അറ്റ് ഓൾ യു റിക്വയർ ദ നോട്ട്സ്, ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നോട്ട്സ് ഷെയർ ചെയ്ത് തരാം.